എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും യേശു മാത്രം കർത്താവ്. യോഗ്യൻ നീ, യോഗ്യൻ നീ, എല്ലാം സ്വീകരിപ്പാൻ യോഗ്യനായോനേ, എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാം മുട്ടും മടങ്ങും, എല്ലാം നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ഹല്ലേലൂയ. വായ തുറന്നൊരിക്കൽ കൂടെ പറഞ്ഞു, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവ്. ലോകം മുഴുവൻ എതിരായി നിന്നാലും, ലോകം മുഴുവൻ യേശുവിനെ കുറ്റം പറഞ്ഞാലും, ഒരു സമയം വരും എന്റെ യേശുവിന്റെ മുമ്പിൽ സകല മുഴങ്കാലും മടങ്ങുന്ന, ആ നാമത്തിന്റെ മുമ്പിൽ സകലതും മുഴങ്കാൽ മടക്കുന്ന ഒരു സമയം വരുന്നുണ്ട്. ഹല്ലേലൂയ. അന്ന് അവനോട് കൂടെ തേജസ്സിൽ നിന്നുകൊണ്ട് കർത്താവിനെ ശുശ്രൂഷിക്കാൻ ഭാഗ്യം ലഭിച്ചോ. ഒരിക്കൽ കൂടെ പറഞ്ഞു, ഇന്ന് നമ്മൾ അഡ്വാൻസ് ആയിട്ടാണ് പറയുന്നത്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും. ആ സമയത്ത് എല്ലാ മുട്ടുകളും മടങ്ങുമ്പോൾ നീ യേശുവിന്റെ മടിയിലായിരിക്കും ഇരിക്കുന്നത്. എത്ര പേര് അത് വിശ്വസിക്കുന്നുണ്ട്? ഇന്ന് വിളിക്കാത്തവർ, ഇന്ന് യേശുവിനെ തള്ളി പറയുന്നവർ, ഇന്ന് യേശുവിനെ അറിഞ്ഞവരെ തള്ളി പറയുന്നവർ, ഇവരൊക്കെ ഒരു സമയത്ത് ഹല്ലേലൂയ എല്ലാ മുഴങ്കാലും ആ നാമത്തിന്റെ മുമ്പിൽ മടക്കി നിൽക്കുമ്പോൾ, ഓ ഹല്ലേലൂയ, അവന്റെ വലതുഭാഗത്തിരിക്കാൻ ഭാഗ്യം കിട്ടിയവരായി ഇന്ന് തന്നെ, ഇന്ന് ഇവിടെ ഇരുന്നുകൊണ്ട്, ഈ സൂം മീറ്റിംഗിൽ ഇന്ന് ഇരുന്നുകൊണ്ട് എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും എന്ന് പറയുന്നവർക്ക് ഒരു പ്രിവിലേജ് കർത്താവ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മുഴങ്കാലുകളും മടങ്ങുമ്പോൾ നീ അവന്റെ വലതുഭാഗത്ത് ഇരുന്നുകൊണ്ടായിരിക്കും ആ കാഴ്ച കാണുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് എന്തൊക്കെ ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാലും ശരി, അന്ന് മുട്ടുമടക്കുന്ന സകല ആളുകളും നിങ്ങളുടെയും കൂടെ മുമ്പിലായിരിക്കും മുട്ടുമടക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനെ ആർത്ത് വിളിച്ചൊരിക്കൽ കൂടെ മഹത്വപ്പെടുത്തിക്കേ. താങ്ക് യു ജീസസ്. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് അറിയാം. കർത്താവിൽ നമ്മൾ നിൽക്കുമ്പോൾ ഈ ലോകത്തിൽ ഒന്നിനും നമ്മളെ തൊടാൻ പോലും പറ്റത്തില്ല. കാരണം അവന്റെ വചനം പറയുന്നത്, ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് പറഞ്ഞ അതേ യേശു ക്രിസ്തുവിന്റെ കെടാത്ത ബീജം അകത്തിരിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ഞാൻ ഈ ലോകത്തിൽ നിന്നുള്ളവനല്ല എന്ന് എത്ര പേര് പറയും? ഹല്ലേലൂയ. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടിയാണ് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. ഈ ലോകത്തിന്റെ നിയമങ്ങളോ, ഈ ലോകത്തിന്റെ കാര്യങ്ങളോ, ഈ ലോകത്തിൽ സാധാരണ മനുഷ്യർ അനുഭവിക്കുന്ന കാര്യങ്ങളോ ഒന്നിലും അല്ല നമ്മൾ കീഴ്പ്പെട്ടിരിക്കുന്നത്. നമ്മൾ നിൽക്കുന്നത് സ്വർഗരാജ്യത്തിന്റെ അഥവാ ദൈവരാജ്യത്തിന്റെ റൂളിനകത്ത്. ഹല്ലേലൂയ. പക്ഷെ ആ റൂളിന്റെ വ്യത്യാസം എന്താന്ന് ചോദിച്ചാൽ, ഒരുവൻ ജീവനെ നേടാനായിട്ട് ജീവനെ കളയും, സകലതിനെയും നഷ്ടപ്പെടുത്തി അതിനെ ലാഭമാക്കും. താഴെ വീണ് കിടന്നാലും നശിച്ചു പോകത്തില്ലെന്നുള്ള ഉറപ്പ് നമ്മുടെ അകത്ത് കാണും. പക്ഷെ കർത്താവ് എന്നെ ഏത് സമയത്തും തക്ക സമയത്ത് അവന്റെ പദ്ധതിക്ക് അനുസരിച്ച് ഉയർത്തുമെന്നും നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉറപ്പുണ്ടാവും. ഹല്ലേലൂയ. പ്രത്യാശ എന്ന സ്വീകാരം മുറുകെ പിടിക്കാൻ അവന്റെ വചനം പറയും. മുറുകെ പിടിക്കാന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? വിട്ടുപോകാൻ സാധ്യതയുണ്ട്. പ്രത്യാശ തകർന്നു പോകാൻ പലപ്പോഴും സാധ്യതയുണ്ട്. നമ്മൾ ജീവിതത്തിൽ കടന്നു പോകുന്ന പല സമയങ്ങളിലും നമുക്ക് ചിലപ്പോൾ പ്രത്യാശയും ഒക്കെ വിട്ടുപോയി ഭാരവും പ്രയാസവും ഒക്കെ വന്ന് കലക്കം ഹൃദയത്തെ ബാധിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷെ അവിടെയും അവന്റെ വചനം പറയുന്നു, പ്രത്യാശയുടെ സ്വീകാരം മുറുകെ പിടിക്കുക. We need to grip on it. ഒന്ന് പറഞ്ഞ, ഞാൻ
എന്റെ കർത്താവ് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളിൽ മുറുകെ പിടിക്കണം. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ആ സ്വീകാരത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളെ ചുറ്റി പിടിക്കുന്ന മറ്റൊരു കരമുണ്ട്, സ്വർഗസ്ഥനായ പിതാവിന്റെ കരം. ഹല്ലേലൂയ. നമ്മൾ മുറുകെ ആ പ്രത്യാശയെ പിടിക്കുമ്പോൾ എന്റെ മകനെ എന്റെ മകളെ എന്ന് പറഞ്ഞ് നമ്മളെ എംബ്രേസ് ചെയ്യുന്ന ഒരു രണ്ട് കരമുണ്ട്. അതാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ കരം. ഹല്ലേലൂയ. 24 മണിക്കൂർ നമുക്ക് വേണ്ടി യേശു പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മകൻ എന്ന് അനുഭവിക്കുന്ന, എന്റെ മകൾ എന്ന് അനുഭവിക്കുന്ന അവസ്ഥ ഇതാണ്. പക്ഷെ ഇതിൽ നിന്നും അവനെ ഉയർത്താൻ എന്റെ രക്തം സംസാരിക്കുന്നു എന്ന് 24 മണിക്കൂറും ഞാൻ ഉറങ്ങുമ്പോഴും ഞാൻ എഴുന്നേറ്റിരിക്കുമ്പോഴും ഒക്കെ സ്വർഗം ജാഗരിച്ചോണ്ടേയായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളുടെ മേലുള്ള ഒരു അറ്റൻഷൻ, നമ്മൾ അറിയാത്ത, നമുക്ക് ഒരിക്കലും മനസ്സിലാകാൻ പറ്റാത്ത ആ സ്പിരിച്വൽ വേൾഡിലെ ഒരു അറ്റൻഷൻ നമ്മുടെ മേലുണ്ട്. നമുക്ക് പലപ്പോഴും തോന്നുന്നു നമ്മളെ കർത്താവ് കൈവിട്ട് കളഞ്ഞു. മനുഷ്യന്റെ ബുദ്ധിയിൽ അത് തോന്നിയാലും ഒരു സമയത്ത് അതിന്റെ പരിഹാരം ദൈവം തന്നെ കണ്ടെത്തിയതാണ്. എന്നെ കർത്താവ് നീ കൈവിട്ടോ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് അർത്ഥമില്ലാതാക്കിയ ഒരു വിളിയുണ്ട്. എന്റെ കർത്താവ് നീ എന്റെ കൂടെ ഇല്ലേ, നീ എന്നെ കൈവിട്ട് കളഞ്ഞോ എന്ന് നമ്മൾക്ക് ആർക്കും ചോദിച്ചാൽ ആ വാക്കിന് യാതൊരു അർത്ഥവും ഇല്ലാതാക്കിയ ഒരു വിളിയുണ്ട്. ആ വിളിയാണ് ക്രൂശിൽ കിടന്ന് യേശു ചോദിച്ചത്, ഏലി ഏലി ലമ്മ ശബക്താനി, എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. ആ ഒരൊറ്റ കൈവിടലോടെ ഈ ചോദ്യം ദൈവം അവസാനിപ്പിച്ചു. ഇനി അവൻ ഒരിക്കലും നമ്മളെ കൈവിടാൻ പറ്റില്ല. കാരണം എന്നെയും നിങ്ങളെയും കൈവിടാൻ ഉണ്ടായിരുന്ന സകല പാപങ്ങളും യേശുവിന്റെ മേൽ ചുമത്തി അതോടുകൂടെ ആ ചോദ്യം അവൻ അവസാനിപ്പിച്ചു. ഇനി നമുക്കത് ചോദിക്കാൻ ഒരു അർഹതയുമില്ല. നമ്മൾ ചോദിച്ചാൽ അതിലൊരു മീനിങ്ങും ഇല്ല. കാരണം കൈവിടേണ്ടവനെ ആ സമയത്ത് കൈവിട്ട് സകല പാപവും അവന്റെ മേൽ കൊടുത്ത് ഇന്ന് എന്നെയും നിങ്ങളെ സ്വന്തം പുത്രന്മാരാക്കി വെച്ചിരിക്കുമ്പോൾ ഇനി കൈവിട്ട് കളയാൻ ഒരു സാധ്യതയും ദൈവം അവശേഷിപ്പിച്ചിട്ടില്ല നിശ്ചയം. ഹല്ലേലൂയ. എന്നെ കാക്കുന്നവൻ, എന്നെ കരുതുന്നവൻ ജീവനോടെ ഉണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? ഏത് പ്രതിസന്ധി കൂടെ പോയാലും ആ കൈയുടെ പിടി നിങ്ങളെ വിടത്തില്ല നിശ്ചയം. നമ്മൾക്കാകെ ഒറ്റ കാര്യമുണ്ട്, നമ്മുടെ മനസ്സുകൊണ്ട് ആ പ്രത്യാശ, എന്നെ എന്റെ കർത്താവ് നടത്തുന്ന പ്രത്യാശ നമ്മൾ വിടാതെ ഇരുന്നാൽ ഇതൊന്നും നമ്മുടെ അകത്തേക്ക് കയറത്തില്ല. But it's too difficult. It's too difficult when you are practically, when you are facing things, it's too difficult. But he says, my grace is sufficient. Amen. If you turn your face to him, many times what happens, we forgot. We are reluctant to turn our face. പലപ്പോഴും ദൈവത്തിലേക്ക് നമുക്ക് മുഖം തിരിക്കാൻ, അല്ലെങ്കിൽ യേശുവെ ഏതാണ് എന്റെ പ്രശ്നം എന്ന് പറയാൻ മുഖം തിരിക്കാൻ നമുക്ക് സമയം തരത്തില്ല. When things are banging upon you, you may not get time to turn to him. That is the trick of the devil. He tricks us. സമയം കിട്ടാത്തതുപോലെ ദൈവത്തിന്റെ നേരെ ഒന്ന് തിരിയാൻ, യേശുവെ എന്താ എനിക്ക് സംഭവിക്കുന്നതെന്ന് ഒരു മിനിറ്റ് നമുക്ക് തിരിയാൻ പോലും പറ്റാത്തതുപോലെ നമ്മളെ he may bang you with things, but there we should renew our mind. Hallelujah. ഇന്ന് എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് ഇന്ന് ഓരോരുത്തരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. Take a moment to turn to him when you are in the midst of every issue. A moment is enough. Hallelujah. എത്ര പേർക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്? ഒന്നിന് പുറകെ ഒന്നായിട്ട് വേറെ പല പ്രശ്നങ്ങൾ വരുമ്പോൾ കർത്താവിന്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും നമുക്ക് സമയമില്ലാത്ത പോലെ പ്രശ്നങ്ങൾ കൊണ്ട് മൂടപ്പെട്ടു എന്ന് തോന്നിയ എത്ര പേർ ഞാൻ എന്റെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒന്നിന് പുറകെ ഒന്നായി ഇഷ്യൂസ് നമ്മുടെ മേലേക്ക് തള്ളിക്കയറി വരുമ്പോൾ നമ്മൾ ചില സമയത്ത് ഒരു നിമിഷം കർത്താവിനെ ഓർക്കാൻ പോലും പറ്റാത്തതുപോലെ പ്രശ്നങ്ങൾ നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ. ചുറ്റും നോക്കുമ്പോൾ മുഴുവൻ പ്രശ്നം കണ്ട യോഹന്നാൻ ഇത് തന്നെയാ പറ്റിയത്. പത്മോസിന്റെ ദ്വീപിൽ ചെല്ലുന്ന സമയത്ത് he was surrounded with bones, skulls. If he turn around, everywhere there are issues.
But suddenly he heard the sound of Jesus just right behind. നമ്മൾ ഇന്ന് പ്രശ്നം മുഴുവൻ വെച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മുടെ തൊട്ടു പുറകിൽ പൂർണ്ണ ശ്രദ്ധയോടെ യേശു നിൽപ്പുണ്ടെന്ന് എത്ര പേര് വിശ്വസിക്കുന്നു? എന്റെ കാൽ വഴുതുവാൻ സമ്മതിക്കയില്ല എന്ന് വാക്ക് പറഞ്ഞവൻ കാൽ വഴുതാൻ സമ്മതിക്കത്തില്ല നിശ്ചയം. നമുക്ക് സ്ട്രെസ് തോന്നുമായിരിക്കും, നമുക്ക് ഭാരം തോന്നുമായിരിക്കും, പക്ഷേ അവിടെയും അവന്റെ വാക്കിന് ഒരു മാറ്റവുമില്ല. ആ ഭാരം നമ്മൾ എടുത്താലും ഭാരം എടുത്തില്ലെങ്കിലും കാൽ വഴുതാൻ അവൻ സമ്മതിക്കത്തില്ല നിശ്ചയം. താങ്ക് യു ജീസസ്. ഈ യേശുവിന്റെ സ്നേഹത്തിനകത്ത് അവനെ അനുഭവിച്ചറിഞ്ഞ, യേശുവിനെ തൊട്ടും കണ്ടും അനുഭവിച്ചും അറിഞ്ഞവർക്ക് സാധാരണ പേര് പറഞ്ഞൊരു ക്രിസ്ത്യാനി എന്ന് പറയുന്നത് പോലെയല്ല, ഞാൻ ഒരുവന്റെ ഉടമസ്ഥതയിലുള്ളവനാണെന്നും എനിക്ക് പൂർണ്ണ ഉത്തരവാദിത്വം എടുക്കാൻ, എന്നെ പറ്റി റെസ്പോൺസിബിൾ ആയിട്ട് ഒരാളുണ്ടെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പുണ്ട്. കൈ വിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്ന് വചനം എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ, പെറ്റമ്മ നിന്നെ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ലെന്ന് എഴുതാൻ കാരണം, അമ്മയുടെ സ്നേഹത്തിൽ നിന്ന് ലോകത്തിലെ സാധാരണ ഒരു ശക്തിക്കും ഒരു കുഞ്ഞിനെ മാറ്റിയെടുക്കാൻ പറ്റത്തില്ല. ദൈവവചനം എന്തുകൊണ്ടാണ് അത് എടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതിനപ്പുറം ഒരു ലവ് ഈ ലോകത്തിൽ പെർസോണിഫൈ ചെയ്യാൻ പറ്റത്തില്ല, കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞ, അമ്മ കൈവിട്ടാലും നിന്നെ ഞാൻ കൈവിടത്തില്ല. ഇന്ന് ആ വാഗ്ദത്തം എഴുതി ഉറപ്പിച്ച് കയ്യിൽ തന്നവരാണ് ഇന്ന് ഈ സ്ക്രീനിൽ എന്നെ കേട്ടോണ്ടിരിക്കുന്ന ഓരോരുത്തരും. നമ്മളോട് ഓരോരുത്തരോടും കർത്താവ് പറയുന്ന ഒറ്റ കാര്യമുള്ളൂ, കൈ വിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്റെ വചനം നിനക്ക് വേണ്ടി ശീഘ്രത്തിൽ ഓടിക്കൊണ്ടിരിക്കുക. It's run forth fast. It is swift. ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. ഭൂമിയെ സൃഷ്ടിച്ച്, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തെ മുഴുവൻ സൃഷ്ടിക്കുമ്പോൾ വെളിച്ചം ഉണ്ടാകട്ടെ എന്നവൻ കൽപ്പിക്കുമ്പോൾ ആ നിമിഷം വെളിച്ചം ഉണ്ടാകും. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം അത് നടക്കുകയില്ല. അത് ബന്ധപ്പെട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ഹീസ് ആക്സിലറേറ്റിംഗ് ഇറ്റ്. വെളിച്ചം ഉണ്ടാകട്ടെ, ഈ ഭൂമി ഉണ്ടാകട്ടെ, വൃക്ഷങ്ങൾ ഉണ്ടാകട്ടെ, ഇതൊക്കെ പറഞ്ഞതിനേക്കാളും ആക്സിലറേറ്റഡ് ആയിട്ടാണ് എന്നെ ഉയർത്തുമെന്നും അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ വചനം ഓടിക്കൊണ്ടിരിക്കും. ഹല്ലേലൂയ. കാരണം അതൊക്കെ മക്കളുടെ സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കിയ കാര്യങ്ങൾ. എനിക്കൊരു പ്രശ്നം വന്നാൽ എന്റെ സൗകര്യത്തിന് വേണ്ടി കാര്യങ്ങൾ ഉണ്ടാക്കുന്നതിനേക്കാൾ സ്പീഡിൽ എന്റെ പരിഹാരത്തിനുള്ള കാര്യം കർത്താവ് ചെയ്യും. എങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായവൻ എന്റെ കാര്യങ്ങൾക്ക് വേണ്ടി എത്ര ഫാസ്റ്റ് ആയിട്ട് ഇടപെടും. ഹല്ലേലൂയ. പക്ഷെ കർത്താവിന്റെ വചനം ഫാസ്റ്റ് ആയിട്ട് ഇടപെടും എന്ന് പറയുമ്പോൾ നമ്മളുടെ വിചാരം എന്താ? ഇറ്റ് ഹാസ് ടു കം ഇൻ ടു ദ ഫിസിക്കൽ റൺ വെൻ വി തിങ്ക് ദ ബെസ്റ്റ് ടൈം. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നത് എന്റെ സമയത്ത് എന്റെ വചനം ഫാസ്റ്റ് ആയിട്ട് ക്രിയ ചെയ്യും. അത് കർത്താവിന്റെ സമയത്ത്. ആ സമയം എപ്പോഴാണെന്ന് ചോദിച്ചാൽ അത് കർത്താവിന് അറിയാം അതിന്റെ ബെസ്റ്റ് ടൈം എപ്പോഴാണെന്ന്. ആ സമയത്ത് അത് വന്ന് എന്റെ മുമ്പിൽ നിന്നിരിക്കും. എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും പെട്ടെന്ന് അത് എടുത്തു കൊടുത്താൽ എന്തെങ്കിലും ടേസ്റ്റ്, വേകുന്നതിന് മുമ്പ് എടുത്ത് സെർവ് ചെയ്താൽ എങ്ങനെ ഇരിക്കും? ഹല്ലേലൂയ. കർത്താവ് പറയുന്നത്, ഞാൻ അത് പ്രിപ്പയർ ചെയ്യുന്ന എന്റെ ഒരു സമയമുണ്ട്. ആ പ്രിപ്പറേഷൻ കഴിയുന്ന സമയത്ത് ഞാൻ അവിടെ കൊണ്ട് നിന്റെ മുമ്പിൽ പ്രസന്റ് ചെയ്യും വിത്ത് ഗാർണിഷിംഗ്. ഹല്ലേലൂയ. അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ, സ്വന്തമായിട്ട് അതെന്ന് പറഞ്ഞാൽ അല്പം ഒന്ന് വെയിറ്റ് ചെയ്താൽ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കറക്റ്റാക്കി തരുന്ന മാത്രമല്ല, അതിന്റെ കൂടെ ഒരു ഗാർണിഷിംഗ് കൂടെ കാണും. അതിനും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാമെങ്കിൽ അതും കൂടെ ചേർത്ത് കർത്താവ് പ്രസന്റ് ചെയ്യും. Because he is a perfecter. He wants to make things perfect. Hallelujah. പക്ഷെ കർത്താവിന്റെ സമയം ഒരിക്കലും ലേറ്റ് ആകത്തില്ല. കാരണം he created time. He put us in the time frame. So he knows when it has to be added unto us. And we are so precious that Father himself equated us to Jesus.
യേശുവിന് സമമായി നമ്മളെ വെച്ചിരിക്കുക. കാരണം അത് യേശു തന്നെയാ പറഞ്ഞത്, എനിക്ക് നീ ലോകസ്ഥാപനത്തിന് മുമ്പേ തന്ന മഹത്വം ഇവർക്കും കൂടെ കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്ന് പറഞ്ഞാൽ യേശുവിന് എന്തൊക്കെ അതോറിറ്റി ഉണ്ടായിരുന്നോ അത് മുഴുവൻ യേശു പറയുക, ജസ്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ഇറ്റ് ടു ദിസ് പീപ്പിൾ ഹു ബിലീവ്സ് മീ. യേശു എന്തെങ്കിലും ചോദിച്ചാൽ പിതാവ് ഇല്ല എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എങ്ങും പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശുവിന്റെ മഹത്വം എന്റെ മേൽ തരണം, അല്ലെങ്കിൽ നമ്മളുടെ മേൽ തരണമെന്ന് യേശു പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ തന്നിട്ടുണ്ടോ ഇല്ലേ? തീർച്ചയായിട്ടും നമ്മുടെ മേൽ ആ മഹത്വം വന്നു കഴിഞ്ഞു. കാരണം യോഹന്നാന്റെ സുവിശേഷത്തിൽ 17-ാം അധ്യായത്തിൽ പറയുന്നത് ഇവർക്ക് വേണ്ടി മാത്രമല്ല, ഇവരുടെ വചനം കേട്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ഈ എഴുതി വെച്ചിരിക്കുന്ന വചനം കേട്ട് വിശ്വസിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യേശു അത് ഒരിടത്ത് വെച്ച് നിർത്തുകയല്ല, അത് തലമുറകളോളം ലോകാവസാനത്തോളം ഈ വചനത്തിൽ അവസാന നിമിഷം യേശു വരുന്നതിന് തൊട്ട് മുമ്പ് ഈ വചനത്തിൽ വിശ്വസിക്കുന്നതിന് വേണ്ടി പോലും ആപ്ലിക്കബിൾ. So as early as you get it and experience it, you are that much blessed. എത്രയും നേരത്തെ ഇത് കിട്ടി അനുഭവിക്കാൻ തുടങ്ങിയോ അത്രയും നല്ലത്. പക്ഷെ ഇതെല്ലാം നമ്മുടെ കയ്യിൽ, ഈ മുഴുവൻ ബ്ലെസ്സിങ്സും ഈ കാര്യങ്ങൾ ഇതെല്ലാം നമ്മുടെ മേൽ വന്നിരിക്കുമ്പോൾ കർത്താവ് ഒരു കാര്യം ആവശ്യപ്പെടുന്നുണ്ട് നമ്മളോട്. Will you go for me? നീ എനിക്ക് വേണ്ടി പോവോ? എന്റെ ഒരു എക്സ്റ്റൻഷൻ ആവും, എന്നെ ഒന്ന് റിഫ്ലക്ട് ചെയ്യും. ഹല്ലേലൂയ. നമുക്കൊക്കെ വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഒരു ആത്മപരിശോധനയും കൂടെ നടത്തേണ്ട ഈ സമയം. നമ്മളെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കി. The most difficult thing in the world, സെൽഫ് അനാലിസിസ്. നമുക്കൊക്കെ ബാക്കി എല്ലാ കാര്യങ്ങളും അനലൈസ് ചെയ്ത് പോയിന്റ് ബൈ പോയിന്റ് ക്രിട്ടിസൈസ് ചെയ്യാൻ ആൾക്കാർ, അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു ഇതെല്ലാം പറയാൻ. ഇറ്റ് സ്റ്റാർട്ട്സ് റൈറ്റ് ഫ്രം അവർ ഹൗസ്, അല്ലെ? നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ പലപ്പോഴും തുടങ്ങുന്നത്. ഭാര്യ ഭർത്താവിന്റെ കുറ്റം കണ്ടുപിടിക്കുന്നു, ഭർത്താവ് ഭാര്യയുടേത്, മക്കൾ അപ്പന്റെ അമ്മയുടെയും, മക്കളുടെ അപ്പനും അമ്മയും. ഇവിടെ നമ്മൾ ആദ്യം അനാലിസിസ് തുടങ്ങുന്നു. അതെന്താ ഇതിങ്ങനെ, ഇതെന്താണ് ഇതിങ്ങനെ, നമ്മൾ അനലൈസ് ചെയ്യുക. വളരെ ക്ലിയർ കട്ടായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാനും അറിയാം. അത് വീട്ടിൽ നിന്ന് അടുത്ത സ്ഥലത്തേക്ക് പോകും, ജോലി സ്ഥലത്താവും. ഈ ഗോസിപ്പ്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രേപ്പ് വൈൻ എന്ന് പറയുന്നത് ഗോസിപ്പ് തന്നെ ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ മറ്റുള്ള ആൾക്കാരുടെ പല കാര്യങ്ങളും നോക്കി നോക്കി ക്രിട്ടിസൈസ് ചെയ്ത് പോവാം. എന്നാൽ എവിടെയെങ്കിലും വെച്ച് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് തിരിച്ചു നോക്കുന്നു, ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളെ തിരിഞ്ഞു നോക്കുമ്പോ ഇതുപോലെ പെർഫെക്റ്റ് തന്നെ അടിച്ചു നിൽക്കുന്ന വേറെ ആരുമില്ല. പിന്നെ കുഴപ്പം വരുന്ന ഒരു സ്ഥലത്തുണ്ട്, ഈ സെൽഫ് റെസ്പെക്ട് ഒട്ടും ഇല്ലാത്തവരുണ്ട്, ഞാൻ ഒന്നിനും കൊള്ളത്തില്ലെന്ന് പറയാൻ. ആ സ്റ്റേജിലും പോകരുത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് എന്നെ തന്നെ തിരിഞ്ഞു നോക്കി ഞാൻ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത എങ്ങനെ. പലപ്പോഴും നമുക്ക് പല കാര്യങ്ങളും വിട്ടുകൊടുക്കാൻ ഭയങ്കര മടിയാണ്, അല്ലെ? കർത്താവിന്റെ വചനം എല്ലാവർക്കും, ഗിരിപ്രഭാഷണം മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു വാണ്ട് ടു റിഫ്ലക്ട് മീ, ഹിയർ മൈ വേർഡ് ആൻഡ് ഡു ഇറ്റ്. നമ്മളിപ്പം ലോകം മുഴുവൻ നോക്കുമ്പോൾ വിശ്വാസികളാണ്, ഭയങ്കര ആരാധനക്കാരാണ്, ഭയങ്കര പരിപാടിയാണ്, എല്ലാം ഉണ്ട്. പക്ഷെ ആർ വി റിയലി ഏബിൾ ടു റിഫ്ലക്ട് ജീസസ്? ആരും എന്നോട് പിണങ്ങല്ലേ, ഉള്ള കാര്യം കർത്താവ് പറയുന്നതായി പറയും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് തിരിഞ്ഞു നോക്കിയെങ്കിലേ നമ്മളെ, എന്താന്ന് ചോദിച്ചാൽ, നൗ ടുഡേ വാട്ട് വി ആർ ഡൂയിങ് ഇസ് വി ആർ ജസ്റ്റ് ക്ലീനിങ് ഓഫ് ദ ഡസ്റ്റ്. മഹത്വം വെളിപ്പെടാൻ പോവാ. എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? നിങ്ങൾ വെറുതെ നടന്നു പോകുന്നിടത്ത് നിങ്ങളുടെ അനുഗ്രഹം വെളിപ്പെടണം. ഈ ക്ലീനിങ് നടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. അതിനൊന്ന് നിന്ന് കൊടുക്കണം. നമ്മളെ തന്നെ സെൽഫായിട്ടൊന്ന് നോക്കി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ മഹത്വം വെളിപ്പെടുന്ന കാണണം. കാരണം ഗ്ലോറി ഈസ് ഇൻ അസ്. The only thing which blocks is us. നമ്മൾ തന്നെ ആ ഗ്ലോറി ബ്ലോക്ക് ചെയ്ത് അല്പമെങ്കിലും നമുക്കൊന്ന് കഴുകി മാറ്റാം. നമുക്ക് എല്ലാ ദിവസവും വന്നിട്ട് ഉയർത്തും അനുഗ്രഹിക്കും ഇതെല്ലാം പറയുന്നത് ശരി തന്നെയാണ്. പക്ഷെ ഉയർത്തും അനുഗ്രഹിക്കും ആ വചനത്തിൽ ഒരു മാറ്റവും ഇല്ല. പ്രൊവൈഡഡ് യു ക്ലീൻ യുവർ സെൽഫ്. മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ. കർത്താവിന്റെ വചനം എവിടെ നോക്കിയാലും കർത്താവ് പറയുന്നതെന്ന് പറഞ്ഞാൽ, യേശു എല്ലായിടത്തും എന്താ ചെയ്തത്? യേശു എല്ലായിടത്തും തോറ്റു കൊടുക്കുന്ന പോലെ. ഓക്കെ,
കാരണം യേശുവിന് അറിയാം ഈ ലോകത്തിൽ ജയിച്ചാൽ എവിടെ വരെ ജയിക്കും. അവനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു. കാര്യം സകല മുഴങ്കാലും എന്റെ മുമ്പിൽ മടങ്ങും എന്ന് ഉറപ്പുണ്ട്. ആ ഉറപ്പ് എത്ര പേർക്കുന്നുണ്ട്? അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് പല സാധനം വിട്ടുകളയാൻ പറ്റും, പലതും നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും ലോകത്തിന്റെ ബുദ്ധി ചിന്തിച്ചു കഴിഞ്ഞാൽ അവരത്രേ ചെയ്തുള്ളൂ, അതുകൊണ്ട് ഞാൻ ഇത്ര ചെയ്യും, അല്ലെങ്കിൽ അവരെന്നോട് ഇങ്ങനെ ചെയ്തു അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നു. പലപ്പോഴും നമുക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തോമസ് കുട്ടി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ കയ്പും ഭാരവും ഒക്കെ നമ്മൾ വെച്ചോണ്ടിരിക്കുമ്പം എലിവശം നമ്മൾ എടുത്ത് കഴിച്ചിട്ട് എലി ചാകാനിരിക്കുന്ന പോലെയാണ്. കറക്റ്റ് അല്ലേ? എലിയെ കൊല്ലാനാ, പക്ഷെ നമ്മളാ കഴിക്കുന്നത്. കഴിച്ചിട്ട് നമ്മൾ നോക്കിയിരിക്കുക, എലി ചാവോ എലി ചാവോ, ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇന്ന് നമുക്ക് ആ എലിവശം എടുത്ത് എലിക്ക് വെക്കാം, നമുക്ക് മാറിയിരിക്കും. ഹല്ലേലൂയ. കർത്താവ് പറയുന്നത് എന്താ? നമ്മുടെ അകത്ത് നമ്മൾ പല കാര്യങ്ങൾ നമ്മുടെ അകത്തുനിന്ന് വിട്ടുകൊടുത്തു നോക്കി നമ്മുടെ ഗ്ലോറി പുറത്തു വരാൻ തുടങ്ങും. പലതും നമ്മൾ തോറ്റു കൊടുക്കുമ്പോൾ വിട്ടുകൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? ശരിക്കും ക്രിസ്തുവിന് നമ്മളിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യാൻ ചാൻസസ് കൂടുതൽ കിട്ടുക. നമ്മുടെ പുറത്തെ ആ ഗ്ലോറി വെച്ചിരിക്കുന്ന ആ ബൾബിനകത്തെ പലയിടത്തെയും വേണ്ടാത്ത പൊടി ഓരോന്നോരോന്നായിട്ട് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കും. ക്ലീൻ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ നീ നിൽക്കുന്ന സ്ഥലം വെളിച്ചമായിട്ട് മാറും. ഈ കിട്ടിയിരിക്കുന്ന വാഗ്ദത്തങ്ങൾ മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു സമയമാണ്. നമ്മളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ കയ്യിൽ നല്ലൊരു ടോർച്ചുണ്ട്, ദൈവവചനം എന്ന് പറയുന്ന ടോർച്ചുണ്ട്. ഒരു മുറി നിറച്ച് നമ്മുടെ അനുഗ്രഹങ്ങൾ ഇരിക്കും, പക്ഷെ ആ മുറിക്കകത്ത് വിളിച്ചു വരും. എല്ലാം ഇരുട്ടിൽ ഗുപ്തനിധികളായിട്ടാണ് ദൈവത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ഇരിക്കുന്നത്. നമ്മുടെ കയ്യിൽ ടോർച്ച് തന്നിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഈ ടോർച്ചിന്റെ ഫ്രണ്ടില് ഒരു കറുത്ത പേപ്പർ വെച്ച് മൂടിയിട്ട് അടിച്ചു നടക്കുക എല്ലായിടത്തും. ഹല്ലേലൂയ. ഇന്ന് ആ പേപ്പർ എടുത്ത് മാറ്റാൻ എത്ര പേർ റെഡിയാ? ആ അനുഗ്രഹങ്ങൾ ഇരിക്കേണ്ടിടത്ത് എല്ലാം ഇരിപ്പുണ്ട്. ആ പേപ്പർ അല്ലെങ്കിൽ ആ ഗ്ലാസ് ഒന്ന് ക്ലീൻ ചെയ്ത് ആ പേപ്പർ ഒന്ന് മാറ്റി ആ ടോർച്ച് വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങളുടെ ചുറ്റുമുള്ളത് ഓരോന്നായിട്ട് തെളിഞ്ഞു വരാൻ തുടങ്ങുന്ന വെച്ചേ. ഒന്നും ചെയ്യണ്ട. അവിടെ ഇരിക്കുന്നവനെ കണ്ടാ മതി, പോയി എടുക്കാൻ അത് സ്ഥലം കാണിച്ചു തരുന്നത് പോലെ വചനം നമ്മുടെ മുമ്പിൽ വന്ന് ക്രിയ ചെയ്യും. ഫേവർ, അൺയൂഷ്വൽ ഫേവർ ഓഫ് ഗോഡ് വിൽ ഗെറ്റ് മാനിഫെസ്റ്റഡ് അപ്പോൺ യു. ഒറ്റ കാര്യമേ ഉള്ളൂ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ ഒന്ന് തിരിഞ്ഞു നോക്കിയെടുക്കും. അത് വേണ്ടാത്തതിനെയും ഞാൻ എടുത്തുകളയും. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പൊതുവെ മനുഷ്യനെല്ലാം തോറ്റു കൊടുക്കാൻ എത്ര പേർക്ക് ഇഷ്ടം? ഭയങ്കര ബുദ്ധിമുട്ടാണ് തോറ്റു കൊടുക്കാൻ. എനിക്ക് ഒരു മടിയില്ല തോറ്റു കൊടുക്കാൻ. എത്ര പേര് പറയും? ആന്മാർക്ക് പറയും, വെറുതെ പറയുന്നു, ചുമ്മാ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ മുഴുവൻ ആൾക്കാരും ചുമ്മാ പറഞ്ഞു. എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം. ഹൃദയത്തിന്റെ അകത്തും നോക്കി കഴിഞ്ഞാൽ തോറ്റു കൊടുക്കാൻ ഒരാൾക്കും സമ്മതമില്ല. കാരണം നമ്മളെല്ലാവരും ഇരിക്കുന്ന ജഡത്തിൽ തന്നെ. പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളിൽ ക്രിയ ചെയ്ത് തുടങ്ങിയാൽ തോക്കാൻ പറ്റും. ഹല്ലേലൂയ. ഗിരിപ്രഭാഷണത്തിന്റെ സമയത്ത് യേശു പറയുന്ന ഒരു കാര്യമാണ്, ഒരുവൻ നിന്നോടുകൂടെ 1 മൈൽ നടക്കാൻ ചോദിച്ചാൽ നീ 2 മൈൽ നടക്കണം. എത്ര പേര് നടക്കും? ഇപ്പൊ ജോലിക്ക് ചെന്നു, നമ്മൾ ജോലി ചെയ്തോണ്ടിരിക്കുന്ന സമയത്ത് നമുക്കെല്ലാം പേയ്മെന്റ് ഉണ്ട്, എല്ലാം ശരിയാണ്. 1 മണിക്കൂർ ഓവർ ടൈം ഉണ്ട്, പൈസ തരത്തില്ലെന്ന് പറഞ്ഞാൽ എത്ര പേര്? പോകത്തില്ല. നമ്മളെല്ലാവരും ഈ ലോകത്തിന്റെ സിസ്റ്റത്തിനകത്താണ്. ശനിയാഴ്ച നമുക്കെല്ലാം അവധിയാണ്. ശനിയാഴ്ച കമ്പനിയിൽ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലിയുണ്ട്, നമ്മൾ ആരെങ്കിലും പോയി ചെയ്തു കൊടുക്കും. പൈസ തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോവോ? ആരും പോകത്തില്ല. എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്ക് ഈ ലോകത്തിന്റെ ബുദ്ധിയിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത്. നമ്മളൊക്കെ ഭയങ്കര വിശുദ്ധരാണെന്നെല്ലാം പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു പരിധി വരെ ഇതിനകത്ത് പോകാൻ പറ്റും. പക്ഷെ യേശു പറയുന്നത് എന്തായിരുന്നു അവിടെ? 1 മൈൽ ഒരാൾ കൂടെ നടക്കാൻ പറഞ്ഞാൽ നീ 2 മൈൽ നടക്കണം. അതെവിടെ എഴുതിയിരിക്കുന്നതെന്ന് അറിയാമോ? മാത്യു, നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. മാത്യു ചാപ്റ്റർ 5, ഗിരിപ്രഭാഷണം 5-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം
5ന്റെ 40 വരും. കർത്താവിനെ സ്തുതിച്ചേ, കർത്താവിനെ ആർത്ത് വിളിച്ചൊന്ന് മാറ്റപ്പെടുത്തി. കർത്താവെ ഇന്ന് എന്റെ ഗ്ലോറി പുറത്തൊന്ന് വരണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം ആർത്ത് വിളിച്ച് കർത്താവിനെ താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അതിന്റെ 41ാമത്തെ വാക്യം, ഒരുത്തൻ നിന്നെ ഒരു നാഴിക വഴി പോകുവാൻ നിർബന്ധിച്ചാൽ അവനോട് കൂടെ പോകാം. 2 അവനോട് കൂടെ പോകാം എന്നല്ലേ പറഞ്ഞേക്കുന്നത്. ഇംഗ്ലീഷിൽ ഒന്ന് വായിക്കാം. And whoever compels you to go 1 mile, go with him too. കർത്താവ് നമ്മളെ ട്രാപ്പിൽപ്പെടുത്തുന്നല്ലേ ഇത് പറഞ്ഞേക്കുന്നത്. ഒരുവൻ നിന്നോട് 1 മൈൽ പോകാൻ നിർബന്ധിച്ചാൽ, നമ്മുടെ ഇഷ്ടത്തിനാണോ ഈ 1 മൈൽ പോകുന്നത്? ഒന്നാലോചിച്ച് നോക്കണേ. 1 മൈൽ എന്റെ കൂടെ വാ എന്നൊരാൾ നിർബന്ധിച്ചാൽ 2 മൈൽ പോകണം. അത് നമ്മുടെ ഇഷ്ടത്തിലല്ല പോകുന്നത്. 1 തന്നെ പോകുന്നത് നമ്മുടെ ഇഷ്ടത്തിലല്ല. അപ്പം 2 കൂടെ പോകാനാ കർത്താവ് പറയും. ഇതിന്റെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, that's why I always say when you read Bible you have to have a background of history at that time. The real meaning of this is something like എത്ര പേർക്ക് അറിയാം ഇതിന്റെ പുറകിൽ ഒരു ഹിസ്റ്റോറിക്കൽ ഫാക്ട് ഉണ്ട്. ആദ്യം അവിടെ നിന്ന് കിട്ടുന്ന കാര്യമല്ല കേട്ടോ, ഇതൊക്കെ വേണമെങ്കിൽ പിടിച്ചു വെച്ചു. ഇതിന്റെ പുറകിൽ ഒരു ഹിസ്റ്ററി ഉണ്ട്. ഇതെന്തുകൊണ്ടാണ് ഈ 1 മൈൽ നിർബന്ധിച്ചാൽ 2 മൈൽ പോകണമെന്ന് കർത്താവ് പറഞ്ഞത്? കാരണം യേശു ജീവിക്കുന്ന സമയത്തെ ഒരു സോഷ്യൽ സിസ്റ്റത്തിനകത്തെ ഭാഗമായി. അതുകൊണ്ടാണ് ഇത് പറയുന്നത്. അല്ലാതെ നമ്മളോട് ആരെങ്കിലും നമ്മളോട് വന്ന് പറയുമോ 1 മൈൽ എന്റെ കൂടെ നടക്കാവുന്ന ആരെങ്കിലും ഒന്ന് ചോദിക്കുക നമ്മളോട്? അപ്പൊ നമ്മൾ ഒരിടത്ത് യാത്രയ്ക്ക് പോവാ, നിങ്ങൾ എന്റെ കൂടെ 1 മൈൽ അങ്ങോട്ട് വന്നേന്ന് ആരെങ്കിലും പറയൂ? ഇല്ല. ഹിസ്റ്റോറിക്കലി ദർ ഇസ് എ റെലവൻസ് ഇൻ ഇറ്റ്. യേശുവിന്റെ സമയത്ത് യെരുശലേമും അല്ലെങ്കിൽ ഇസ്രായേൽ മുഴുവൻ ആരുടെ അണ്ടറിലായിരുന്നു? എത്ര പേർക്ക് അറിയാമോ? ആരായിരുന്നു അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്? റോമൻസ്. അന്നത്തെ ഏറ്റവും പവർഫുൾ ആൾക്കാരാണ് റോമൻസ്. അന്ന് റോമൻസിന്റെ ഇടയ്ക്ക് ഒരു നിയമമുണ്ട്. ബിക്കോസ് ഇസ്രായേൽസ് ആർ ദെയർ സ്ലേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് റോമൻസ് ആണ്. അപ്പൊ ഈ റോമൻ പടയാളികൾക്ക് ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട് റോമൻ ഫോഴ്സ്. their arms and all those what you call armaments, അവര് ശരീരത്തിലിടുന്ന ഈ വലിയ പടച്ചട്ടയും ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം, ഇതെല്ലാം കൂടെ ചേർത്ത് അവരുടെ ഒരു ലോഡ് എന്ന് പറയുന്നത്. ഞാനൊരു പ്രാവശ്യം ഇവിടെ ഞങ്ങൾ റോം, നമ്മുടെ ഒണ്ടേറിയോ മ്യൂസിയത്തില് പോയ സമയത്ത് അവരുടെ റോമിന്റെ ഒരു സ്പെഷ്യൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അന്ന് അവിടെ റോമൻ പടയാളികൾ ശരിക്കും ഉപയോഗിച്ചിരുന്ന അതേ സാധനങ്ങൾ അതേ വെയിറ്റിൽ ഉണ്ടാക്കിയ അവരുടെ ആർമറി കംപ്ലീറ്റ്, ഈ നമ്മൾ ഈ ശിരസ്ത്രമെന്നും പടച്ചട്ടയെന്നും ഒക്കെ പറയുന്ന എല്ലാം അന്ന് എന്താണ് ഉപയോഗിച്ചിരുന്നത് അത് അവർ അവിടെ കൊണ്ട് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വി ജസ്റ്റ് ട്രൈ ടു വെയർ ഇറ്റ്. അവര് നമുക്ക് തരുമായിരുന്നത് ഇട്ട് നോക്കാൻ. യു കനോട്ട് സ്റ്റാൻഡ്. ആ ഒരു ഹെൽമെറ്റ് എന്ന് പറയുന്ന ഒരു 15 കിലോ വരും. ഇത് മുഴുവനും കൂടെ, അതായത് അവരുടെ അന്നത്തെ ഈ ഫുൾ ഡ്രസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 40 കിലോസ്. ഒന്ന് ഓർത്ത് നോക്കും, 40 കിലോ ഭാരമാണ് അവന്റെ ഈ പാരഫേണിയയിൽ ഈ കൊണ്ടു കിടക്കുന്ന സാധനം. അന്നത്തെ റോമൻ നിയമം അനുസരിച്ചിട്ട് ഏത് റോമൻ പടയാളിക്കും ഏത് ഇസ്രായേൽ പൗരനോടും പറയാം, എന്റെ ഈ ബാഗ് എടുത്തുകൊണ്ട് 1 കിലോമീറ്റർ വരണം. ദേ ഹാവ് ടു ഒബൈ. ഒന്ന് ഓർത്ത് നോക്കി, നമ്മൾ വഴി അത്യാവശ്യത്തിന് ഒരു സാധനത്തിന് പോകുമ്പോൾ ഒരു പട്ടാളക്കാരൻ വന്നിട്ട് പറയാം, ഈ ബാഗ് എടുത്തിട്ട് നടന്ന എന്റെ കൂടെ 1 കിലോമീറ്റർ നടന്നേ പറ്റൂ. ദാറ്റ് വാസ് ദ റൂൾ. യേശു അത് ഉദ്ദേശിച്ചുകൊണ്ടാ പറയാം, നിന്നോട് ഒരുവൻ നിന്നെ പറയാൻ നിർബന്ധിച്ചാൽ, അതായത് 40 കിലോ എടുത്തുകൊണ്ട് നടക്കണമെന്ന് പറയുമ്പോൾ യു ജസ്റ്റ് വാക്ക് അനദർ വൺ. ഒന്ന് ഓർത്ത് വയ്ക്കും, വെറുതെ അവന്റെ കൂടെ പോകാൻ തന്നെ എങ്ങനെ ഇരിക്കും? ഈ പടയാളിയുടെ കൂടെ വെറുതെ നടക്കാനാണെങ്കിൽ തന്നെ കാര്യം, എന്നെ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ കൂടെ ഞാൻ വെറുതെ ആണെങ്കിലും നടക്കും എന്റെ ഒരു കാര്യം മാറ്റി വെച്ചിട്ട്. കാര്യം ഞാൻ അത്യാവശ്യത്തിന് ഒരു സ്ഥലത്ത് പോകുമ്പോഴായിരിക്കും ഇയാൾ ഒന്ന് പറയുന്നോ, നീ അവിടെ പോകണ്ട, എന്റെ കൂടെ ഇവിടെ വരെ നടക്കും. എത്ര പേര് നമ്മൾ പോകും? പോയേ പറ്റൂ. അപ്പോഴതിന്റെ കൂടെ അവന്റെ 40 കിലോയും കൂടെ എടുത്തുകൊണ്ട് പോകാൻ പറഞ്ഞ എങ്ങനെയിരിക്കും? അവിടെയാ യേശു പറയുന്നത്, നീ 1 കിലോമീറ്റർ അവന്റെ കൂടെ നടന്നാൽ പോരാ, 2 കിലോമീറ്റർ നടക്കണം. ഇതുകൊണ്ട്
ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ പോന്നപ്പോ ഈ 1 കിലോമീറ്റർ പോകുമ്പോ ഈ പടയാളി കിടന്ന് ഈ ആർമിയിലെ ഈ ആള് കിടന്നുണ്ട്, ഇയാളോട് പറയുന്നുണ്ട് എളുപ്പം നടക്കണം, എത്ര നേരമാണോ നീ നടക്കുന്നത്, പതുക്കെ എനിക്ക് എളുപ്പം ഇവിടെ ചെല്ലേണ്ടതാണ്. കാര്യം ഹീസ് ഫ്രീ. All the Lord is upon this poor guy and he walks fast and this Israelite has to walk with him in the same pace and he might have scolding him. അവനെ ചീത്ത വിളിച്ചോണ്ടായിരിക്കും പോകുന്നത്. നീ എളുപ്പമാ, എനിക്ക് പെട്ടെന്ന് ചെല്ലേണ്ടിയാണെന്ന് പറയുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഇയാളെ ഈ ചീത്ത വിളിച്ചോണ്ട് പോകുന്നു, പുറകെ 1 കിലോമീറ്റർ പോകേണ്ടിയവൻ പറയാവുന്ന സകലതും ശാപവാക്കുകൾ മുഴുവൻ പറഞ്ഞുകൊണ്ട് ഈ വെയിറ്റും എടുത്തോണ്ട് പോവുക. 1 കിലോമീറ്റർ കഴിയുമ്പോൾ ഇത് എങ്ങനെയെങ്കിലും ഇട്ട് കൊടുക്കും. കാര്യം 1 കിലോമീറ്റർ കഴിയുമ്പോൾ അത് കൊടുക്കണമെന്നാണ്. അവിടെ വരെ ഉള്ളൂ. 1 കിലോമീറ്റർ കഴിഞ്ഞാൽ, 1 മൈൽ കഴിഞ്ഞാൽ അവിടെ ഇടാം, അവിടെ ഇട്ടിട്ട് പോവാം. പക്ഷെ ആ 1 കിലോമീറ്റർ എത്ര സന്തോഷത്തിലായിരിക്കും ആള് നടത്തുന്നത്. ഹല്ലേലൂയ. അവിടെയാ യേശുവിന്റെ കൽപ്പന എന്താ? 1 കിലോമീറ്റർ നടന്നാൽ പോരാ, 2 നിയമന്റെ കൂടെ പോകും. താങ്ക് യു ജീസസ്. കർത്താവ് ഉദ്ദേശിച്ച പിക്ചർ എന്താണെന്ന് അറിയാമേ? ഒരുവൻ നിർബന്ധിക്കുന്നതിന് മുമ്പേ സാധനങ്ങൾ മുഴുവൻ എടുത്ത് അവന്റെ കൂടെ സന്തോഷിച്ച എന്തുകൊണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഈ പടയാളിയുടെ കൂടെ നടക്കുകയാണെങ്കിൽ എങ്ങനെയിരിക്കും? ഈ പടയാളിയുടെ അവസ്ഥ നോക്കൂ. ഈ ആർമി മാന്റെ അവസ്ഥ എങ്ങനെയായിരിക്കും? ഞാൻ എന്റെ അധികാരം പ്രയോഗിക്കാൻ നോക്കിയിട്ട് പോലും ഇവന് യാതൊരു മടിയില്ല, കൂളായിട്ട് ചിരിച്ചോണ്ട് എന്റെ കൂടെ വരുന്നു. ആ 1 കിലോമീറ്റർ നടക്കുമ്പോ എന്തായാലും ഒന്ന് നടന്നേ പറ്റും. ദാറ്റ് ഇസ് ദ റൂൾ ആൻഡ് ഹി ഈസ് ദ ബോസ്. ദ ആർമി മാൻ ഇസ് ദ ബോസ്. പക്ഷെ 2ാമത്തെ കിലോമീറ്റർ അവിടെ ചെന്ന് നിന്നിട്ട് അടുത്ത കിലോമീറ്റർ ആകുമ്പോൾ ഈ സാധനം താഴെ ഇറക്കുന്നതിന് പകരം ഈ ആള് മുമ്പോട്ട് നടക്കുകയാണെങ്കിൽ ഈ ആർമി പേഴ്സണൽ എന്തായിരിക്കും അവിടെ മനസ്സിൽ പോകുന്നത്? ഇതെന്തൊരു മനുഷ്യനാ ദൈവമേ. കാരണം അതുവരെ the Roman was the boss, but just after finishing that 1 kilometer the Israelite is the boss. ആണോ? ബാക്കി അധികം നടക്കുന്ന സമയത്തെ അതോറിറ്റി ആരാ? അവിടുത്തെ ബോസ് ആരാ? ഹല്ലേലൂയ. യേശു ഇതാ ഉദ്ദേശിക്കുന്നത്. കാരണം നീ എക്സ്ട്രാ നടക്കുമ്പോ നീ ബോസ് ആയിട്ട് മാറും. നീ അവന്റെ മേൽ വിജയമെടുക്കുക, നീ അവന്റെ മേൽ നിന്റെ അധികാരം സ്ഥാപിക്കുക ചെയ്യുക. കാരണം അയാൾക്ക് പിന്നെ വോയിസ് ഇല്ലാതാക്കും. ഹല്ലേലൂയ. നമ്മളെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടോ? ഓക്കെ, അവന്റെ കൂടെ അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കിയേ. അവൻ എക്സ്ട്രായും കൂടെ ഹെൽപ്പ് ചെയ്യുമ്പോൾ നീ ബോസ് ആയിട്ട് മാറും. നീ അവന്റെ മേൽ കയറി നിൽക്കുക. ദിസ് ഇസ് ദ വേർഡ്. ഇത് യേശുവാ പറഞ്ഞത്. യേശു പറഞ്ഞതിന് വേറെ ഒരു ഉദ്ദേശവുമല്ല. അകത്തുനിന്ന് സ്നേഹം ഒഴുകാൻ തുടങ്ങിയാൽ ഏതിനെയും കീഴ്പ്പെടുത്താൻ പറ്റും. എത്ര ഉപദ്രവിച്ചാൽ ഒന്ന് ഓർത്ത് നോക്കിക്കുക. അന്ന് റോമൻസ് ഇവരെ ചവിട്ടി മെതിച്ചുകൊണ്ടിരിക്കും. ഒട്ടും ഇഷ്ടമല്ല റോമൻസിനെ. കാര്യം ഇറ്റ് ഈസ് ക്വൈറ്റ് നാച്ചുറൽ. കാരണം വെറുക്കാൻ കാര്യമുണ്ട്. റോമൻസ് അതുപോലെ തെറ്റ് ചെയ്തിട്ടാണ് ഇവരുടെ കൂടെ ഇവരുടെ മേൽ കയറി നിൽക്കുന്നത്. പക്ഷെ അവരോട് പോലും അവനെ തോൽപ്പിക്കുന്ന ഒരു സ്നേഹം, അവനെ തോൽപ്പിച്ച് കളയുന്ന സ്നേഹം നിനക്ക് പ്രദർശിപ്പിക്കാൻ പറ്റുമെന്ന് യേശുവോട് പറഞ്ഞു. ഇന്ന് എത്ര പേര് റെഡിയാ? ഈ ഒരു വേർഡിനകത്തു നിന്നാണ് വാക്ക് ആൻ എക്സ്ട്രാ മൈൽ എന്ന് പറയുന്നത് യൂസ് ഇംഗ്ലീഷിലുള്ള എത്ര പേർക്ക് അറിയാം? ആൻ എക്സ്ട്രാ മൈൽ എന്ന് നമ്മൾ പറയത്തില്ല ഇംഗ്ലീഷിൽ. വാക്കിംഗ് ആൻ എക്സ്ട്രാ മൈൽ നമ്മൾ ഒരു കാതം മുൻപോട്ട് നടക്കുക എന്നുള്ളത് നിർബന്ധിക്കുന്നതാണ്. ഞാൻ എനിക്ക് എത്ര ചെയ്യാൻ പറ്റും അതിനേക്കാൾ കൂടുതൽ ഞാൻ ചെയ്യും. ആ വേർഡ് പോലും ആ ഫ്രേസ് പോലും ഇതിനകത്തുനിന്ന് ഉണ്ടായിരുന്നു. അപ്പൊ യേശു പറയുന്നത് എന്താ? നീ അവന്റെ കൂടെ നിർബന്ധിച്ച് ചെല്ലുന്നത്. അവൻ നിർബന്ധിച്ചാൽ നീ സന്തോഷത്തോടെ പോയേ. വീണ്ടും 1 കിലോമീറ്ററോടെ പോയാൽ നീ ആയിരിക്കും ആ 2ാമത്തെ കിലോമീറ്ററിലെ ബോസ്. എന്ന് പറഞ്ഞ എത്ര പേർക്ക് അതിന് ആഗ്രഹമുണ്ട്? നിങ്ങളെ എതിർക്കുന്ന, നിങ്ങളെ ഉപദ്രവിച്ച സകലരുടെയും മേൽ ഒരു ബോസ് ആവണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? ലവ് them. Surpass with your love. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയുന്ന അനേകരെ പലരുടെയും മേലൊരു ബോസ് ആക്കി മാറ്റുന്നത്. നിങ്ങൾ അവരുടെ മേലാണ്, നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ അധികാരം ഉണ്ടെന്നും നിങ്ങൾക്ക് അവരെക്കാൾ കൂടുതൽ ദൈവ മഹത്വം ഉണ്ടെന്നും കാണിക്കാനുള്ള ഏറ്റവും നല്ല അവസരമാണ് ഈ 2ാമത്തെ എക്സ്ട്രാ മൈൽ. ഇന്ന് റെഡിയാണോ പോവാൻ? താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഗ്ലോറി വെളിപ്പെടാൻ പോകുന്ന വർഷം ഇനി വരാൻ പോകും. വെറുതെ പറഞ്ഞു വിടുന്നതല്ല. ഇതുവരെ ഇനി കേൾക്കാൻ പോകുന്ന കുറച്ച് സാക്ഷ്യങ്ങൾ കേൾക്കാൻ ഈ പറയുന്ന വാക്കുകളോ നമ്മുടെ ഇവിടെ മീറ്റിങ്ങുകളിൽ പറയുന്ന ഒരൊറ്റ വാക്ക് പോലും അത് മുഴുവൻ ദൈവശ്വാസീയമായ വചനമാണ്. ഇവിടെ വിശ്വസിക്കുന്നവന്റെ മേലെ അത് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുക.
അതുകൊണ്ട് ഞാനൊരു കാര്യം പറയാം, 2021 അവസാനിച്ച് 2022 എന്ന് പറയുന്നത് തുടങ്ങുമ്പോൾ ശീഘ്രത്തിൽ ഓടുന്ന ദൈവ വചനത്തിന്റെ പ്രവൃത്തി വെളി വരാൻ പോവുക. ഇന്ന് റെഡിയാണെങ്കിൽ, ഈ എക്സ്ട്രാ മൈൽ ഓടാൻ റെഡിയാണെങ്കിൽ, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, അടുത്ത വർഷം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണാൻ പോകുന്നത് നിങ്ങൾ പോലും വിചാരിക്കാത്ത, ഞാൻ വെറുതെ കുറെ ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ് എന്ന് മാത്രമല്ല ഞാൻ പറയുന്നത്, സന്തോഷവും സമാധാനവും നിറഞ്ഞ ലോകത്തിൽ നിങ്ങളെ ആൾക്കാർ നിങ്ങളെ നോക്കി അത്ഭുതപ്പെടുന്നവരെ, നിങ്ങളെ ബഹുമാനിക്കുന്നു. എത്ര പേർക്ക് അത് അറിയണം? നിങ്ങളെ ആൾക്കാർ റെസ്പെക്ട് ചെയ്യുന്നത്. ആരും കാണാം ഇന്ന് എന്നെ ആരും റെസ്പെക്ട് ചെയ്യുന്നില്ല എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം പറയാം, നിങ്ങളുടെ മേൽ കർത്താവിനെ റെസ്പെക്ട് ചെയ്യുന്ന പോലെ ആൾക്കാർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന കാണാം. നിങ്ങളെ എത്ര എതിർത്തവരും നിങ്ങളുടെ മുഖത്ത് നോക്കി നിങ്ങളോട് വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞവരെ നിങ്ങളെ ദൈവതുല്യമായി റെസ്പെക്ട് ചെയ്യണം. ആ കണ്ടീഷനിലേക്ക് മാറണമെങ്കിൽ ഈ ഒരു എക്സ്ട്രാ മൈൽ ഇന്നൊന്ന് പോയി നോക്കാം. ദൈവത്തിന്റെ വചനം പറയുന്നത്, നിന്റെ ശത്രുവിനെ നീ സ്നേഹിച്ചു തുടങ്ങിയാൽ നീ അവന്റെ മേൽ തീക്കനൽ കൊന്നിക്കുമെന്നാണ് പറയുന്നത്. യു വിൽ ഹീപ് ഫയർ അപ്പോൺ ഹിസ് ഹെഡ്. അവനെ സ്നേഹിക്കാൻ, ശത്രുവിനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താ അവന് റിയലി എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയാം. നിങ്ങൾ അവനെ സ്നേഹിക്കുമ്പോ തലയിലോട്ട് തീ പോയിരിക്കുന്നവനെ ഗ്ലോറി മാഗ്നിഫൈ ചെയ്യുന്ന വർഷമായി. ഫാസ്റ്റ് ആയിട്ട് കർത്താവിന്റെ വർക്ക് നമ്മളാരും വിചാരിക്കുന്നതിനേക്കാൾ ഫാസ്റ്റ് ആയിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞ ഫൈനാൻഷ്യൽ ബ്ലെസ്സിംഗ് എന്നൊക്കെ പറയുന്നത് വെറും ഇറിലവന്റ് ആകാൻ പോയി. ഒന്നും അല്ല, അതൊക്കെ വെറുതെ അതിനകത്തൊന്നും തിരിഞ്ഞു പോലും നോക്കണ്ട കാര്യം. അതുപോലെ ലോകത്തിൽ ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾ മാനിക്കപ്പെടാൻ പോകുന്നത്. ഞാനത് ഏറ്റെടുത്തോണ്ടാണ് ഞാൻ ഇരിക്കുന്നത്. ലോകത്തിന്റെ മുമ്പിൽ മാനപാത്രമാക്കി ഉയർത്തുന്നു. അതിന് നമ്മളൊന്നും നമ്മുടെ സ്റ്റൈല് മാറ്റിയോ, നമ്മുടെ ഡ്രസ്സിങ് മാറ്റിയോ, നമ്മളുടെ വീട് മാറ്റിയോ, കാറ് മാറ്റിയോ ഒന്നുമല്ല. വെറുതെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ നിന്നിൽ നിന്ന് ഗ്ലോറി പുറപ്പെടാൻ തുടങ്ങും. ഇതൊക്കെ വെറും എക്സ്ട്രാ ചെലവായിട്ട് മാറും കേട്ടോ, അതുപോലെ. കാരണം അതൊക്കെ ആഡപ്പ് ചെയ്യും. അതൊന്നുമല്ല. ഞാൻ പലപ്പോഴും പറയാറില്ല, ഇപ്പൊ നമ്മളൊരു സൈക്കിളിൽ പോയാലും പോകുന്ന ആരാന്നുള്ള അതിനകത്ത്. ഹല്ലേലൂയ. ഇപ്പൊ ബിൽഗേറ്റ്സ് സൈക്കിളിൽ വന്നാലും BMW വന്നാലും ഒരുപോലെ, ഒരാള് വേറെ. അതുപോലെ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എനിക്ക് എക്സ്ട്രാ ഒരു ചെലവും ഇല്ല, പക്ഷേ എന്റെ ഗ്ലോറി മാഗ്നിഫൈ ചെയ്യും. ഞാൻ ഒരിടത്ത് ചെന്ന് നിന്നാൽ സകല ആൾക്കാരുടെയും ശ്രദ്ധ എന്റെ മേലേക്ക് വരുന്നത് പോലെ കർത്താവിന്റെ ഗ്ലോറി വെളിപ്പെടും. ആർക്കും ഒരു വാക്ക് പോലും നിങ്ങളോട് എതിര് പറയാൻ പോലും പറ്റാത്തതുപോലെ നിങ്ങളിൽ ഗ്ലോറി പുറപ്പെട്ടു. നിങ്ങളൊരു വാക്ക് പോലും പറയേണ്ട, ആരോട് വാദിക്കാനോ ജയിക്കാനോ വഴക്ക് പിടിക്കാനോ പോകണ്ട. വെറുതെ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ ആളുകൾ അവരുടെ ഹൃദയം കൊണ്ട് അവർ നിങ്ങളെ സ്നേഹിക്കാനും നിങ്ങൾക്ക് കീഴ്പ്പെടാനും തുടങ്ങുന്ന മഹത്വം നിങ്ങളുടെ ഉള്ളിലുണ്ടാവും. ഒരു ബിസിനസ്സിന് പോയാൽ അവരെ കൺവിൻസ് ചെയ്യാൻ പോകണ്ട. നിങ്ങൾ അവിടെ ചെന്ന സീറ്റിൽ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞു വരുന്ന, നിങ്ങൾക്ക് തരണം എന്ന് പരിശുദ്ധാത്മാവ് തോന്നിപ്പിക്കുന്നത് പോലെ. ഒരു ഇന്റർവ്യൂവിന് ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളോട് ഒരു ചോദ്യം പോലും ചോദിക്കാതെ നിങ്ങളെ വേണമെന്ന് ആവശ്യപ്പെടുന്നത് പോലെ, നിങ്ങളെ ഇതുവരെ പുച്ഛിച്ച് തള്ളിയ, നിങ്ങളോട് നിങ്ങളുടെ ഹൃദയത്തിൽ ആഴത്തിൽ മുറിവേൽപ്പിച്ചവര് നിങ്ങളെ അത്ഭുതകരമായി ബഹുമാനിക്കാൻ തുടങ്ങുന്നത് കാണണമെന്ന് പ്രവരാഗ്രഹിക്കുന്നു. നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ഒക്കെ തലമുറകൾക്ക് മുമ്പേ പോലും അപമാനിച്ച് തുടങ്ങിയ അനേകർ നിങ്ങളുടെ മുമ്പിൽ വന്നു നിന്നുകൊണ്ട് ബഹുമാനത്തോടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്നത്. Just go an extra mile. Thank you, Lord. Thank you, Jesus. You are going to be a boss. ഈ സിറ്റുവേഷന്റെ ബോസ് ആകാൻ നമ്മളെ ഓരോരുത്തരും കർത്താവ് തെരഞ്ഞെടുക്കുന്നു. സ്നേഹം വെളിപ്പെടുത്താൻ, ഈ ലോകത്തിന്റെ മുമ്പിൽ സ്നേഹം വെളിപ്പെടുത്താൻ കർത്താവിന്റെ ഈ വചനമായി ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, ഈ ഗിരിപ്രഭാഷണം എന്ന് പറയുന്നത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ദോസ് ആർ ദ പേൾസ്. കീ ആണ്. നമ്മൾ ഓരോ അനുഗ്രഹത്തിൽ നിന്ന് അനുഗ്രഹത്തിലേക്ക് കയറാനുള്ള കീ ആയിട്ട് തന്നേക്കുന്നത്. തുറന്ന് കയറിക്കോളാനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇത് വാരി വെതറി ജനത്തിന്റെ മുമ്പിലേക്ക് കൊടുത്തിട്ട് പറയുക, ഇത് ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ റോളാണ്. നീ ഒന്ന് ചെയ്തു നോക്കിയാൽ നീ അനുഗ്രഹം തന്നെ അനുഭവിക്കും. ഹല്ലേലൂയ. ഞാൻ പറയാം, ലോകത്തിലെ യാതൊരു ചെലവുമില്ല, ഒരു എക്സ്ട്രാ ചെലവുമില്ലാതെ
നിങ്ങളെ മാനപാത്രമായി കർത്താവ് ഉയർത്തുന്ന വർഷമാണ് ഈ ഒറ്റ കാര്യം ചെയ്യുന്നത്. എന്നെനിക്ക് അറിയത്തില്ല കർത്താവ് എന്തുകൊണ്ടാണ് ഇവിടെ സ്ലൈഡ് ചെയ്യുന്നതിനകത്ത് കൊണ്ട്. ഞാൻ വാസ്തവത്തിൽ ഞാൻ ഇന്ന് ആദ്യം തുടങ്ങിയ സമയത്ത് ഞാൻ കർത്താവ് ഇത് പറയാൻ പോകുന്നത് വേറെ എവിടേക്കോ എന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ കർത്താവ് അവിടുന്ന് ടോട്ടലി മാറ്റിയ വേറൊരു ഡയറക്ഷനെ കൊണ്ടുവരുന്നത്. ശരിക്കും വേറൊരു എന്താ പറയുന്നത്, നമ്മളിങ്ങനെ ചില സമയത്ത് ഈ കാറ്റടിച്ച് നമ്മൾ തിരിക്കുന്ന പോലെയാണ് പരിശുദ്ധാത്മാവ് തിരിക്കുന്നത്. എനിക്കൊരു കാര്യം അറിയാം, കർത്താവ് അങ്ങനെ തിരിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ പുറകിൽ കർത്താവ് ഉദ്ദേശമുണ്ട്. ഒന്ന് തോറ്റുപോകുക, ഒന്നിപ്പോ മറന്ന് സ്നേഹിച്ചു തുടങ്ങാൻ. ഇതൊക്കെ പറ്റിയാൽ ഞാൻ ബോസ് ആവാൻ പോവുക, ഞാനതിനെ വാഴാൻ പോവുക. ഹല്ലേലൂയ. പക്ഷെ ഇവിടെയാണ് സാത്താൻ നമ്മളെ കൊണ്ട് ട്രിക്ക് ചെയ്യുന്നത്. ഏറ്റവും വലിയ ബ്ലോക്ക് ഇതിനകത്തിരിക്കുന്നത് എന്താ പറയുക, 3 അക്ഷരമേ ഉള്ളൂ ഇംഗ്ലീഷിൽ എഴുതിയ EGO, ഈഗോ. സമ്മതിക്കത്തില്ല. അങ്ങനെ ഞാൻ കൊണ്ട് തോറ്റു കൊടുത്ത എങ്ങനെ? ഞാൻ അത്ര മോശമാണ് എന്നോ? അങ്ങനെ നോക്കത്തില്ല. ഈഗോ എന്ന് പറയുന്ന ഈ 3 അക്ഷരമാണ് സാത്താന്റെ കയ്യിലിരിക്കുന്ന ഏറ്റവും വലിയ ട്രാപ്പ്. നമുക്ക് ഒരിക്കലും മറ്റതൊന്നും അംഗീകരിക്കാൻ പറ്റത്തില്ല. അവിടെ വരുമ്പോ ഞാൻ വേറെ ആളാണ്. ഞാൻ പണ്ട് ആരും അത് പറയുന്നത് കേട്ടിട്ടുണ്ട്. ഈ ഈഗോ നമ്മളുടെ അടുത്ത് വരുമ്പോ നമ്മൾ എന്ത് പറയും, യുഗോ എന്ന് പറയണം. ഈഗോയോട് യുഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. അത് പറയിക്കാനായി സാത്താൻ സമ്മതിക്കാതെ. ഇത് കുറച്ചങ്ങ് കൂടുതൽ വന്നു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പൗലോസ് തന്നെ പറഞ്ഞത്, അല്പമെങ്കിലും ദൈവത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അല്പമെങ്കിലും ഹൃദയത്തിൽ ഇതുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സ്നേഹിച്ചു തുടങ്ങി. ഹല്ലേലൂയ. അത് ജസ്റ്റ് അവിടെയും കൂടെ വായിക്കാം. ഫിലിപ്പിയൻസ് 2. കർത്താവിനെ ഒരിക്കൽ കൂടെ ആർക്കും വിളിച്ചൊന്ന് മാസപ്പെടുത്തില്ല. എത്ര സന്തോഷമുണ്ട് ഇതൊക്കെ കേട്ടിട്ട്. അതോ ഇദ്ദേഹം എന്തിനാണ് ഇവിടെ വന്നിരുന്നത് എന്നെ വഴക്ക് പറയുന്നതെന്നൊക്കെ തോന്നുന്നുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞ കടഞ്ഞു തോന്നുന്നു. ഫിലിപ്പിയൻസ് 2 ഒന്നെടുത്തായി. പൗലോസ് പ്ലീഡ് ചെയ്തുകൊണ്ട് പറയുന്ന ഒരു സംഗതിയാണ്. 2-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യം നോക്കി. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും ഉണ്ടെങ്കിൽ, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും ഉണ്ടെങ്കിൽ, വല്ല ആർദ്രതയും മനസ്സിലും ഉണ്ടെങ്കിൽ, നിങ്ങൾ ഏക മനസ്സുള്ളവരായി, ഏക സ്നേഹം പൂണ്ട്, ഐകമത്യപ്പെട്ട്, ഏക ഭാവമുള്ളവരായി ഇങ്ങനെ എന്റെ സന്തോഷം പൂർണ്ണമാക്കി. ഹല്ലേലൂയ. കുറച്ചെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഞാൻ ഒരു കാര്യം പറയാം, വാസ്തവം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഞാൻ അങ്ങനെ പറയുന്നതിനകത്ത് നമുക്ക് ആർക്കും ഒരു വിരോധവും തോന്നിയാലും പ്രശ്നമില്ല. ഉള്ള കാര്യം പറയും. നമ്മൾ ഇത്രയും നേരം ഈ മീറ്റിങ്ങിന് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ വന്ന് ഇരുന്നിട്ട് പോയി ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പ്രാക്ടിക്കൽ ആക്കുന്നില്ലെങ്കിൽ, ഈ ഇതിനകത്തൊക്കെ ഇപ്പൊ ഈ പറയുന്ന ഒരു എക്സ്ട്രാ മൈൽ പോകാനോ, അല്ലെങ്കിൽ ഈ എന്നെ ഇതുപോലെ ചീത്ത വിളിച്ചോണ്ടിരുന്നവരെ മുഴുവൻ ഒന്ന് അതെല്ലാം മറന്നു കളഞ്ഞിട്ടൊന്ന് സ്നേഹിക്കാനോ ഒക്കെ തുടങ്ങിയില്ലെങ്കിൽ, ഈ ഇരിക്കുന്ന ഏതാണ്ട് നമ്മളിപ്പോ ഒരു 8 മണി മുതൽ 9:30 10 മണി വരെ ഇരിക്കും അല്ലേ? ഈ സമയം കൊണ്ട് സുഖമായിട്ടൊരു നല്ല സിനിമ കാണാം. മമ്മൂട്ടിയുടെ, മോഹൻലാലിന്റെ, ആരുടെയെങ്കിലും നല്ലൊരു പടം കണ്ടിട്ട് കിടന്നുറങ്ങിയ ഒരു നഷ്ടവുമില്ല, ലാഭം തന്നെ. കാരണം അല്ലെങ്കിൽ ഇത് വേസ്റ്റ്. അല്ലെങ്കിൽ ഇത് ഞാൻ പറയുന്നത് വേറെ ഒന്നുമല്ല, കാരണം ഇതെന്റെ ഉള്ള കാര്യമാണ്. ഇത് ജയ്ക്ക് ബ്രദർ എപ്പോഴും പറയും, എന്റെ പൊന്നു മക്കളെ ഇവിടെ വന്നിരുന്നിട്ട് വെറുതെ ഇരുന്ന് 1.5 മണിക്കൂർ കളയുന്നതിനും നല്ലത് നല്ലൊരു സിനിമ കണ്ടിട്ട് കിടന്നുറങ്ങാമെങ്കിൽ ലാഭം. കാര്യം അതിനകത്ത് അറ്റ്ലീസ്റ്റ് അത്ര നേരം ഇരുന്നിട്ട് കുറച്ച് സന്തോഷിക്കാമെന്നുള്ളൊരു പ്രയോജനമൊന്നുമില്ല വേണ്ട കാര്യം. ഇതിനകത്ത് അല്ലെങ്കിൽ വെറുതെ വന്നിരുന്നിട്ട് നമ്മൾ ഇത്ര നേരം ഇരുന്നിട്ട് ഒന്നും ചെയ്തിട്ട് ഒരു പ്രയോജനം. ഞാൻ പലപ്പോഴും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അങ്ങ് പറയാമെന്ന് പറഞ്ഞു. കാര്യം ഒരു കാര്യം എന്നോട് പറഞ്ഞ അതാ എന്റെ ആധാരത്തെ ഒരു വരണ്ടാന്നേ, മീറ്റിങ്ങിന് വരണ്ട, പോയി കിടന്ന് ഉറങ്ങട്ടെ, അല്ലെങ്കിൽ സിനിമ കാണട്ടെ. കാര്യം വെറുതെ എന്തിനാ സമയം കളയുന്നത്, നമ്മളായിട്ട് വരെ ഇതിനെ പിടിച്ചിരുത്തുന്നു. See, that's the truth. ഇത് തന്നെയാ അതിനകത്ത് നോക്കി. ഈ ഫിലിപ്പിയനോട് എഴുതുമ്പോഴും പൗലോസ് ഇത് തന്നെയാ പറയുന്നത്. അല്പമെങ്കിലും ഇത് നമുക്ക് ഇവിടെ എഴുതുമ്പോൾ കുറച്ചുകൂടെ ഒരു മാന്യമായി അല്ല നല്ല രീതിയിലൊക്കെ തോന്നും. ഇത് പൗലോസ് ശരിക്കും നേരിട്ട് എന്ന് പ്രസംഗിക്കായിരിക്കും എങ്ങനെ ഇരുന്നായിരുന്നു. നമ്മൾ തന്നെ ആ കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിച്ചു എങ്ങനെയായിരിക്കും പൗലോസ് പറയുന്നത്. കുറച്ചെങ്കിലും നിങ്ങൾക്ക് സ്നേഹം ഉണ്ടെങ്കിൽ
കുറച്ചെങ്കിലും കർത്താവിനോട് ഇഷ്ടമുണ്ടെങ്കിൽ തമ്മിലൊന്ന് സ്നേഹിക്കാമോ? ഇതല്ലേ ചോദിക്കുന്നത്. ഇവിടെ എഴുതുമ്പോൾ ഇച്ചിരി മയത്തിലായി എഴുതി വെച്ചേക്കുന്നത്. വാസ്തവത്തിൽ പൗലോസ് ഉദ്ദേശിക്കുന്ന അത് തന്നെയാണ്. ഒരിക്കൽ കൂടെ ഒന്ന് വായിച്ചേ, എന്നിട്ട് നമ്മളോട് തന്നെ ഒന്ന്, ഞാൻ ഉൾപ്പെടെ ഞാൻ ചോദിക്കും, ഒരു പ്രശ്നമില്ലാതെ ചോദിച്ചാൽ ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ, എന്തെങ്കിലും എൻകറേജ്മെന്റ് കർത്താവിലുണ്ടെങ്കിൽ, സ്നേഹത്തിന്റെ വല്ല ആശ്വാസവും അവരവരുടെ പേര് കൂട്ടിയെന്ന് ചോദിച്ചേ. കാര്യം ഞാൻ പറയുന്നത് ക്ലെൻസിങ് ആണ്, ഗ്ലോറി വെളിപ്പെടുന്ന വർഷമാണ്. എനിക്ക് ഉറപ്പുണ്ട് ഈ വചനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ 2022 ഈ പറയുന്നത് മാന്യതയുടെ വർഷം. നിങ്ങൾ പോലും അറിയാം മാന്യത എന്ന് പറയുന്നത് എന്താണെന്നറിയാം, അതിനകത്ത് ബാക്കി എല്ലാം ഇൻക്ലൂഡഡ്, സകല കാര്യങ്ങളും. മാന്യത എന്ന് പറയുന്ന എല്ലായിടത്തും ഒരു റെസ്പെക്ട്. നിങ്ങൾ വെറുതെ നിൽക്കുമ്പോൾ പോലും എത്ര പേർക്ക് എന്നെ ആർക്കും ഒരു റെസ്പെക്റ്റും ഇല്ല, എനിക്ക് കുറെ പൈസ നല്ല കാര്യമുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. എനിക്കിതെല്ലാം ഞാന് ഓക്കെ മെർസിഡീസ് ബെൻസിന്റെ മേബാക്കിലാണ് ചെന്നിറങ്ങുന്ന ഒരു സ്ഥലത്ത്. എന്റെ കൈ കിടക്കുന്ന ഏറ്റവും ബെസ്റ്റ് വാച്ച്, ഞാൻ അവിടുത്തെ ഏറ്റവും ഭയങ്കര ജോലിയുള്ള ആള്, അവിടുത്തെ ഏറ്റവും എന്താ പറയുക എല്ലാവരുടെയും അറിയപ്പെടുന്ന ഒരാള്. പക്ഷെ അവിടെ ചെന്ന് ആൾക്കാരുടെ ഇടയ്ക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ എന്നെ മൈൻഡ് ചെയ്യുന്നില്ല. ഇവൻ ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? വല്ല പ്രയോജനമുണ്ടോ? നിങ്ങൾ ഇത്രയും ഭയങ്കര പോഷായിട്ട് നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ ആകെപ്പാടെ ചെല്ലുന്ന വണ്ടി, താമസിക്കുന്ന വീട്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഭയങ്കര അത്ഭുതം, അതുപോലെ കോസ്റ്റ്ലി ആയിട്ടുള്ള സംഗതിയാണ്. പക്ഷെ നിങ്ങൾ ചെന്നിറങ്ങി ആർക്കും ഒരു വിലയും വല്ല പ്രയോജനമുണ്ട്? പക്ഷെ ഇതൊന്നുമില്ല. നിങ്ങൾ ചെന്നിറങ്ങുന്നിടത്ത് തന്നെ ആൾക്കാരുടെ റെസ്പെക്ട്, സകല ആൾക്കാരും റെസ്പെക്ട്ഫുള്ളി നിങ്ങളെ കാണാൻ തുടങ്ങുന്നതാണോ നല്ലത്? ഇതിനകത്ത് ഏത് വേണം? ചോയ്സ് ഇസ് യുവേഴ്സ്. ഇത് തന്നെ ഈ ക്ലെൻസിങ് ആണ് നടക്കാൻ പോകുന്നത്. ഇത് എന്നാൽ ഞാൻ പറയാം, ഇത് നടന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, നിങ്ങൾ ചെന്ന് ഇറങ്ങുന്നതും അതുപോലെ ആയിരിക്കും, നിങ്ങൾക്ക് ഉള്ളതും അതുപോലെ ആയിരിക്കും, റെസ്പെക്ട് നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ഇത് രണ്ടും കൂടെ ചേർത്ത് വേണമെന്ന് എത്ര പേര് ആഗ്രഹിക്കുന്നു? എങ്കിൽ ഇന്ന് നെഞ്ചത്തോട്ട് കൈവച്ചിട്ടൊന്ന് പറഞ്ഞ്, ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ എന്റെ ജെബി പേര് പറഞ്ഞെന്ന് പറഞ്ഞു. ക്രിസ്തുവിൽ വല്ല പ്രബോധനം ഉണ്ടെങ്കിൽ ജെബി, സ്നേഹത്തിന്റെ വല്ല ആശ്വാസം ഉണ്ടെങ്കിൽ ജെബി, ആത്മാവിന്റെ വല്ല കൂട്ടായ്മയും നിന്നിൽ ഉണ്ടെങ്കിൽ ജെബി, വല്ല ആർദ്രതയും ഉണ്ടെങ്കിൽ, സ്വന്തം പേര് ചേർത്തിട്ടൊന്ന് പറഞ്ഞു കൊടുക്കുക. സ്വന്തം ഒന്ന് പറഞ്ഞ്, നമ്മള് ഏക മനസ്സുള്ളവരെ, ഏക സ്നേഹം കൊണ്ട് ഐക്യമത്യപ്പെട്ട ഏക ഭാവമുള്ളവരായി ഇങ്ങനെ ക്രിസ്തുവിന്റെ സന്തോഷം പൂർണ്ണമാക്കുകയും. ഒന്ന് കർത്താവിനെ ഒന്ന് സന്തോഷിപ്പിക്കാൻ ഇതൊക്കെ ഞാൻ തന്നെ ഒന്ന് ചെയ്തേന്നെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. വചനം ഇരുവായ്ത്തലയുള്ള വാള് തന്നെയാണ് കേട്ടോ, ഒന്നും ഭയപ്പെടണ്ട. അത് ശരിക്കും ചെല്ലുന്നിടത്ത് നല്ലതായിട്ട് അത് ചെന്ന് വേണ്ടാത്തതിനെ ചെത്തി മാറ്റിയിരിക്കും. പക്ഷെ ആ മാറ്റുന്നതോടുകൂടി നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതും. ഹല്ലേലൂയ. എല്ലാം കിട്ടും, എല്ലാ അനുഗ്രഹങ്ങളും കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും സന്തോഷം. പക്ഷെ അനുഗ്രഹങ്ങൾ കിട്ടുന്നതിനേക്കാളും അധികമായി കർത്താവിന്റെ ഫേവറുകൾ, കർത്താവിന്റെ കൂടെ നടക്കാൻ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വചനം. ഇതാണ് കർത്താവിന്റെ ബാലശിക്ഷ, അല്ലാതെ രോഗം നിന്ന് പരീക്ഷിക്കുന്ന ഒന്നുമല്ല. കാര്യം എന്നോട് തന്നെ ഇതൊക്കെ ചോദിച്ച് എന്നെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ ഏറ്റവും ഭയങ്കര ബുദ്ധിമുട്ട്. ആ ശിക്ഷ ഏറ്റവും ഭയങ്കരം. പക്ഷെ ആ ശിക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വന്തമായിട്ട് നമ്മളെ തന്നെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കി ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കർത്താവിന്റെ ഗ്ലോറി എന്നിൽ നിന്ന് വെളിപ്പെടും നിശ്ചയം. നിങ്ങളെ ആൾക്കാർ കാണുമ്പോൾ നിങ്ങളൊരു അനുഗ്രഹമാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ എനിക്ക് സന്തോഷമാണ്. നിങ്ങളെ കാണുമ്പോൾ തന്നെ ആൾക്കാരുടെ മുഖത്ത് ഭയങ്കര സന്തോഷവും സമാധാനവും ഒക്കെ ആണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയ നല്ലതല്ലേ അതോ? ഈ ആളിങ്ങോട്ട് വരുമ്പോഴേ ഒരു ടെററാന്ന് പറയുന്നത് അതാണോ നല്ലത്? അതോ നിങ്ങൾ ചെല്ലുന്നിടത്തൊരു ആശ്വാസവും സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതാണോ? നിങ്ങൾ ക്രിസ്തുവിന്റെ അനുകാരികളായിരിക്കും എന്ന് വചനം പറയുന്നത് ഇതുകൊണ്ടൊക്കെ. കാര്യം കർത്താവ് ചെന്നിടത്ത് ഒരിടത്തും ആൾക്കാർക്ക് പേടിയില്ലായിരുന്നു, ഒരിടത്തും ആൾക്കാർക്ക് ഒരു ടെറർ ഇല്ലായിരുന്നു. കാര്യം കർത്താവ് ചെന്നത് ഒരു ആശ്വാസം കൊണ്ട്, കർത്താവ് ചെന്നത് ഒരു സന്തോഷം കൊണ്ട്, ഒരു സമാധാനം കൊണ്ട്. എത്ര ഭാരമുള്ളിടത്തും യേശു വന്നിടത്ത് മഹാസന്തോഷം എന്ന് പറഞ്ഞ യേശു വന്നപ്പോ തന്നെ എന്താ പറഞ്ഞത്? മഹാസന്തോഷം, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം. ഹല്ലേലൂയ. യേശു പറഞ്ഞത് എന്താ? ഇതേ മഹത്വം
നിന്റെ മേൽ തന്നിരിക്കുന്നു. ഇനിയൊന്ന് വിളിച്ചു പറയാമോ? ജെബി ചെല്ലുന്നിടത്ത് മഹാസന്തോഷം. അവരവരുടെ പേരിലൊന്ന് വിളിച്ചു പറഞ്ഞു. ഒന്ന് പറഞ്ഞേ, ധൈര്യത്തോടൊന്ന് പറ, കൈ ഉയർത്തി എന്ന് പറ. ജെബി ചെല്ലുന്നിടത്ത് ഞാൻ ഏറ്റെടുത്തിട്ട് പറയാം, ജെബി ചെല്ലുന്നിടത്ത് മഹാസന്തോഷം. ഈ കൈ ഉയർത്തി പറയാതിരിക്കുന്നവർക്കെല്ലാം എന്താ സംഗതി? നിങ്ങൾക്ക് വേണ്ടേ? അപ്പൊ നിങ്ങൾ ചെല്ലുന്നിടത്ത് സന്തോഷം വേണ്ടേ? നിങ്ങൾ ചെല്ലുന്നിടത്ത് മഹാസന്തോഷം ഉണ്ടാവുന്ന എത്ര പേര് വിശ്വസിക്കുന്നു? നിങ്ങളെ കാണുന്നവർ ചിരിക്കാൻ തുടങ്ങണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പേര് ചേർത്ത് ഒരിക്കൽ കൂടെ ഉറക്കെ ഒന്ന് ഡിക്ലെയർ ചെയ്ത് പറഞ്ഞു, ജെബി ചെല്ലുന്നിടത്ത് മഹാസന്തോഷം ഉണ്ടാവും. ഹല്ലേലൂയ. നിങ്ങൾ ചെല്ലുന്നിടത്ത് സന്തോഷം ഉണ്ടായി. ഞാൻ ഒരു കാര്യം പറയാം, അവിടെയാണ് നിങ്ങളുടെ ബഹുമാനം കിട്ടാൻ പോകുന്നത്. അവിടെയാണ് നിങ്ങളെ ആൾക്കാർ സ്നേഹിക്കാൻ തുടങ്ങുന്നത്. അവിടെയാണ് നിങ്ങൾക്ക് റെസ്പെക്ട് വരാൻ തുടങ്ങുന്നത്. അവിടെയാണ് നിങ്ങളുടെ അനുഗ്രഹം തുടങ്ങുന്നത്. നിങ്ങൾ ചെല്ലുന്നിടത്ത് മഹാസന്തോഷം ഉണ്ടായി. നിങ്ങൾ ഒരു ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ, നിങ്ങൾ ആ ഓഫീസിൽ ചെല്ലുമ്പോൾ അവിടെ മഹാസന്തോഷം ഉണ്ടായാൽ മിനിറ്റ് വെച്ച് നിങ്ങളുടെ പ്രൊമോഷൻ വരും. ആർക്കും ഇല്ലാത്ത ഇൻക്രിമെന്റ് നിങ്ങളുടെ മേൽ വരും. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ബോസിന് നിങ്ങളെ കാണുമ്പോൾ മഹാസന്തോഷം തോന്നിയാൽ ഫേവർ വരുവല്ലേ? നിങ്ങളൊരു ഇന്റർവ്യൂവിന് ചെന്നിരിക്കുമ്പോൾ ആ ഇന്റർവ്യൂവിന് അവിടെ ചെന്ന് ചെയ്യുന്നിടത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് തന്നെ മഹാസന്തോഷം ഉണ്ടായി. നിങ്ങളെ സെലക്ട് ചെയ്യുക, അതോ വന്ന് കയറിയ വേറെ ആരെങ്കിലും സെലക്ട് ചെയ്യും? നിങ്ങൾക്ക് ആകെപ്പാടെ പ്രശ്നമായിട്ടിരിക്കുന്ന ഒരു സ്ഥലത്താണ് നിങ്ങൾ അവിടെ അത് പരിഹരിക്കാനാണ് ചെല്ലുന്നത്. പക്ഷെ നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ അവിടെ ഒരു മഹാസന്തോഷം ഉണ്ടായി തുടങ്ങിയാൽ നിങ്ങളുടെ പ്രശ്നം പരിഹരിക്കാൻ ഓഫീസിലെ മുഴുവൻ സ്റ്റാഫും നിങ്ങളുടെ കൂടെ ഇറങ്ങി. ഹല്ലേലൂയ. ഇത് തന്നെ, ഇത് 100 മടങ്ങായി വീട്ടിൽ സംഭവിക്കും. ഭാര്യ ഭർത്താവിന്റെ അടുക്ക ചെല്ലുമ്പോൾ, ഭർത്താവ് ഭാര്യയുടെ അടുക്ക ചെല്ലുമ്പോൾ, മക്കൾ വരുമ്പോൾ ആ വീട്ടിൽ മഹാസന്തോഷം ഉണ്ടായാൽ നിങ്ങൾക്ക് വേണ്ട ഏറ്റവും ബെസ്റ്റ് ഫുഡ് മേശപ്പുറത്ത് വരും കേട്ടോ. ഭർത്താക്കന്മാരെ ഒന്നും പേടിക്കണ്ട. നിങ്ങളൊരു ടെററായിട്ട് ചെന്നാൽ കറിയിൽ കുറെ എറർ കാണും. ആ എറർ വേണ്ടെങ്കിൽ ടെറർ മാറ്റി വെക്കുക, ഏറ്റവും ബെസ്റ്റ് സാധനം കിട്ടും. ഭാര്യമാരോടും അതുപോലെ തന്നെ പറയും. നിങ്ങൾ ചെല്ലുന്ന സമയത്ത് വീട്ടിലൊരു ടെറർ ഉണ്ടാവാതിരുന്നാൽ ഭർത്താവ് ഹൊററായി മാറത്തില്ല. അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ഭയങ്കര ഹൊറിബിളായി മാറും. മക്കളോടും അത് തന്നെ. അപ്പനും അമ്മയുടെ അടുക്ക ചെല്ലുമ്പോൾ നിങ്ങളൊരു മഹാസന്തോഷമായിട്ട് ചെല്ലുന്നെങ്കിൽ ഇത് ആകെ പ്രശ്നമായിട്ട് വരുന്നുണ്ടവൻ എന്ന് തന്നെ നമ്മൾ ആദ്യം മോനോ മോളോ ഇറങ്ങി വരുന്നതിന് മുമ്പ് ആ പ്രശ്നം വരുന്നു എന്ന് പറയാൻ പറ്റും. അതുപോലെ തന്നെ എന്താ പറയുന്ന മാതാപിതാക്കൾ രണ്ടുപേരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ വണ്ടി വന്ന് ബ്രേക്ക് ചെയ്ത് വീട്ടിന്റെ ഫ്രണ്ടിൽ നിൽക്കുമ്പോഴേ പിള്ളേര് തങ്കോട് പറയുന്നത് കട്ടിലിന്റെ കീഴിൽ കയറുന്ന പിള്ളേരാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. ഹല്ലേലൂയ. ഞാൻ ആർക്കും ഒരു ടെറർ അല്ല, ഞാനൊരു അനുഗ്രഹമായിട്ട് മാറുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യേശു ചെന്ന എവിടെയെങ്കിലും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ, യേശു എവിടെയെങ്കിലും ചെന്നപ്പോൾ ടെറർ ഉണ്ടായോ? ആകെപ്പാട് ഉണ്ടായത് എവിടെയാണെന്നറിയാം, പിശാചിന്. യേശു ചെന്നിടത്തെല്ലാം പിശാചിന്റെ ടെററാക്കും. ഹല്ലേലൂയ. പക്ഷെ ലോകത്തിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? ഇപ്പൊ പലരും നമ്മൾ ചിലപ്പോൾ കർത്താവിന് ടെററും സാത്താന് സന്തോഷവും. ഹല്ലേലൂയ. ഞാനൊരു അനുഗ്രഹമാണ് വിളിച്ചോളൂ. ഞാനൊരു അനുഗ്രഹം. അടുത്തിരിക്കുന്ന ജീവിത പങ്കാളി എത്തിയിട്ടുണ്ടെങ്കിൽ, ഇതുവരെ അതായിട്ടില്ലെങ്കിൽ സന്തോഷമായിട്ട് പ്രവചിച്ചു പറഞ്ഞു, എന്റെ ലൈഫ് പാർട്ട്ണർ, എന്റെ ഭാര്യ, എന്റെ ഭർത്താവ് എനിക്കൊരു അനുഗ്രഹമാണ്. കല്യാണം കഴിക്കാൻ പോകുന്നവരോട് നിങ്ങൾ അപ്പുറത്തോട്ട് നോക്കിയിട്ടങ്ങ് പറഞ്ഞാൽ മതി, ബെസ്റ്റിനെ കർത്താവ് കൊണ്ടുവന്ന് ആ സൈഡ് ചെയ്തിട്ട് വെറുതെ പറയുന്നത്. ഇതൊക്കെ നടന്ന കാര്യങ്ങൾ ഒന്ന് പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞു, എനിക്കൊരു അനുഗ്രഹം. എന്റെ തൊട്ടടുത്ത് പറയുകയായിരിക്കും, അപ്പുറത്ത് സൂസനങ്ങ അറ്റത്തിരിപ്പുണ്ടോ? ഒരു അനുഗ്രഹം ഒന്ന് പറഞ്ഞേ. എനിക്കൊരു അനുഗ്രഹം. ഹല്ലേലൂയ. ഇത് ഈ പറയുന്ന വാക്കിനകത്ത് ഇരിക്കുന്ന എന്താണെന്നറിയാം? ക്രിയേറ്റ് ചെയ്യുന്ന പവർ. അനുഗ്രഹവും സന്തോഷവും വീടിന്. കാരണം വചനം എഴുതി വെച്ചിരിക്കുന്നത് അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ജീവനകത്തിരിക്കുന്ന മുഴുവൻ സന്തോഷം. ജീവനകത്ത് രോഗമില്ല, ജീവനകത്ത് ഭാരമില്ല, ജീവനകത്ത് വെറുപ്പില്ല, ജീവനകത്ത് ദേഷ്യമില്ല, ഇതൊന്നുമില്ല. ജീവനകത്ത് ഇരിക്കുന്ന മുഴുവൻ സന്തോഷം. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനും തന്നെ.
ഞാൻ വന്നിരിക്കുന്നത്, ഹല്ലേലൂയ, ഇന്ന് യേശു എന്റെ വീട്ടിൽ വന്നിരിക്കുന്നത് എന്റെ വീട്ടിൽ ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാനും. ഒന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ വീടിന്റെ എല്ലാ കോർണറുകളിലും ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും നിറവുണ്ടാകുവാൻ. ഇരിക്കുന്ന ഓരോരുത്തർ നിങ്ങൾ ഇരിക്കുന്ന മുറിക്കകത്തോട്ട് നോക്കിട്ട് ഓരോ കോർണറുണ്ട് പറഞ്ഞു, ഇത് മുഴുവൻ ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായി ജീവൻ ഉണ്ടാകുവാനും. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ഇത് കൽപ്പിച്ചിട്ട് പോകുമ്പോൾ നമ്മൾ എവിടെ ചെന്നാലും യേശുവിന്റെ ഭാവം നമ്മളെ ഇന്ന് റിഫ്ലക്ട് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റും ജീവൻ ഉണ്ടാകുകയും സമൃദ്ധി ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കും. ഹല്ലേലൂയ. ഉയർച്ച തന്നെ ഞാൻ പ്രാപിക്കുമെന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്നെ ഒന്ന് ഗ്ലോറി വെളിപ്പെട്ടുകൊണ്ടായിരിക്കുന്നത്. ഞാൻ ചെല്ലുന്നിടത്ത് ജീവൻ വ്യാപരിച്ചുകൊണ്ടായിരിക്കുന്നത്. എന്റെ ഉള്ളിൽ നിന്ന് ഒഴുകുന്ന സന്തോഷം, അത് പരിശുദ്ധാത്മാവിന്റെ സന്തോഷം. തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? തികഞ്ഞ സ്നേഹം, ആ സ്നേഹം അനേകരെ സ്നേഹിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് അകത്തുനിന്ന് എന്റെ ഭയം ആദ്യം മാറും, ആളുകളുടെ ഭയം മാറാൻ തുടങ്ങും. തികഞ്ഞ സ്നേഹം അകത്തുനിന്ന് ഒഴുകാൻ തുടങ്ങുമ്പോൾ എന്നെ കാണുമ്പോൾ ആൾക്കാർക്ക് ഒരു പേടിയും ഭയവും ഉള്ളത് മാറ്റിയെടുക്കേണ്ട എന്റെ ഡ്യൂട്ടിയാണ്. ഓ ഹല്ലേലൂയ. കണ്ണടച്ച് അകത്തോട്ട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ചെല്ലുന്നിടത്ത് അനുഗ്രഹമാണോ? ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ടൊന്ന് പറഞ്ഞു, ഞാൻ ചെല്ലുന്നിടത്ത് ആൾക്കാർക്ക് ഭാരം ഉണ്ടാവുന്നുണ്ടോ? അനുഗ്രഹം ഉണ്ടാവുന്നു. ഹല്ലേലൂയ. കർത്താവെ ഒന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞു, കർത്താവ് ഞാൻ ചെല്ലുന്നിടത്ത് മുഴുവൻ സന്തോഷം. ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഞാൻ ചെല്ലുന്നിടത്ത് സന്തോഷം വ്യാപരിക്കട്ടെ. കർത്താവ്, നീ എന്നിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ ജീവൻ വ്യാപരിക്കും. ഞാൻ ചെല്ലുന്ന സ്ഥലങ്ങളിൽ മുഴുവൻ ജീവൻ വ്യാപരിക്കും. ഞാൻ ദൈവത്തിന്റെ മന്ദിരമാകും. എന്റെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവ് എന്നിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുമ്പോൾ സ്നേഹം, ആദ്യം വരുന്നത് സ്നേഹം എന്ന് പറഞ്ഞ് എന്നിൽ നിന്ന് പുറപ്പെടുന്നത് മുഴുവൻ സ്നേഹമായിരിക്കും. എന്നിൽ നിന്ന് പുറപ്പെടുന്നത് മുഴുവൻ സ്നേഹമായിരിക്കും. ഹല്ലേലൂയ. വചനം ഓരോ പ്രാവശ്യം ഓർപ്പിക്കുന്നു, ഇതതിന്റെ പ്രൈമറി ക്രൈറ്റീരിയ. യേശു പറഞ്ഞത് മുഴുവൻ അതാ, ദൈവം സ്നേഹമാണ്. ഇതിനകത്തൊന്ന് പുറപ്പെട്ടില്ലെങ്കിൽ നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഒരിക്കൽ കൂടെ പറഞ്ഞ, കർത്താവ് എന്നിൽ നിന്ന് എന്റെ സ്നേഹം പുറപ്പെടണം, നിന്റെ സ്നേഹം എന്നിൽ നിന്ന് പുറപ്പെടണം. 1 കൊരിന്ത്യർ 13-ാം അധ്യായം പെട്ടെന്ന് എടുത്തേ. 1 കൊരിന്ത്യർ 13, 1 മുതൽ താഴോട്ട് വായിച്ചേ. കുറെ നിർത്താതെ പറയുന്ന സ്ഥലങ്ങളാണ്. സ്നേഹം എന്താന്ന് പറഞ്ഞത്, കാരണം ഇതില്ലെങ്കിൽ ഒന്നുമില്ലെന്ന കർത്താവ് പറഞ്ഞത്. ഒന്നുമില്ല, വേറെ ഒന്നുമില്ല. വേറെ എന്തൊക്കെ എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് അത്ര ഉറപ്പിച്ച് പറയുന്നത്, വേറെ എന്തൊക്കെ അഭ്യാസം കാണിച്ചാലും ഒരു കാര്യമില്ല. 1 കൊരിന്ത്യർ 13, 14. ഓക്കെ, താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. കർത്താവിനെ ഒരിക്കൽ കൂടെ ആർത്ത് വിളിച്ച് മഹത്വപ്പെടുത്തിക്കുക. ബൈബിളൊക്കെ എടുത്തോണ്ടിരിക്കുമ്പോൾ മഹത്വപ്പെടുത്തിക്കൊണ്ടിരുന്നോ? താങ്ക് യു ജീസസ്. 14 ആ 14 മുമ്പേ തന്നെ നോക്കി. 13-ലാണ് അത് ഏറ്റവും കൂടുതൽ എഴുതിയിരിക്കുന്നത്. തകർത്ത് പിടിച്ചെഴുതിയിരിക്കുന്ന 13-ന്റെ ആദ്യം പോലെ. ഞാൻ മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ല എങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ അത്രേ. ഇംഗ്ലീഷിലൊന്ന് വായിച്ചോ. Do I speak with the tongues of men and of angels, but have not love? I have become sounding brass. I have become sounding brass. ഞാൻ അങ്ങനെ ആയിപ്പോയി. ഹല്ലേലൂയ. അടുത്തത്. Or a clanging cymbal. Okay, വായിച്ചോ. And though I have the gift of prophecy, എനിക്ക് പ്രവചനം ഉണ്ടായിട്ടും, and understand all mysteries and all knowledge, എനിക്ക് ഭയങ്കര ബൈബിളിലെ ഞാൻ ഇന്റർപ്രറ്റ് ചെയ്യുന്നു, അവിടുന്ന് പറയുന്നു, ഇവിടുന്ന് പറയുന്നു, സകല പരിപാടികളും എനിക്കറിയാം. കാര്യം ഞാൻ ആൾക്കാരെ പഠിപ്പിക്കുക, ഞാൻ എന്റെ കാര്യങ്ങൾ ചേർത്ത് പറയുക കേട്ടോ. ഹല്ലേലൂയ. എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഈ വചനത്തിലൊക്കെ കുറച്ച് ഇങ്ങോട്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് ഏറ്റവും കൂടുതൽ വചനം പറയുന്ന ആരാന്നറിയാം? ഏറ്റവും നന്നായിട്ട് വചനം അറിയാവുന്ന ഒരാളെ പറ, ഏറ്റവും ബെസ്റ്റ് ആയിട്ട്. നല്ലതായിട്ട് വചനം അറിയാവുന്ന ഒരു പാർട്ടിയുണ്ട്, ഏറ്റവും അപകടകാരി.
പുള്ളിക്ക് മലയാളത്തിൽ 3 പേര് പറയും. പിശാച്. ആ അത് തന്നെ. ആ ആൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് വചനം അറിയാം. ഈ വചനം കുറച്ചങ്ങോട്ട് അറിഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഈ ചില ആൾക്കാർക്ക് ഒരു ഇൻട്രസ്റ്റ് ആണ് അതിനെ അങ്ങോട്ട് വളച്ചൊടിച്ച് ഇന്റർപ്രറ്റ് ചെയ്ത് പഠിപ്പിക്കുക. എന്റെ അത്രയും വചനം അറിയാൻ ആരുമില്ല, വചനം പഠിപ്പിക്കാൻ തുടങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ട്രിക്ക് ഓഫ് ദ ഡെവിൾ. ഇവിടെ വചനത്തിൽ പറഞ്ഞ നീ എത്ര അറിഞ്ഞാലും, വചനത്തിൽ എത്ര സംഗതി അറിയാമെന്ന് പറഞ്ഞാലും സാത്താന്റെ അകത്ത് സ്നേഹമുണ്ട്. കള്ളൻ അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ വേറെ ഒന്നിനുമല്ല വരുന്നത്. അവന് സ്നേഹം ഉണ്ടായിട്ടാണോ വരുന്നത്? അല്ല. ഇവിടെ പറയുന്നത് എത്ര വചനം അറിയാന്ന് പറഞ്ഞാൽ സ്നേഹമില്ലെങ്കിൽ ഒന്നുമില്ല. എനിക്ക് പ്രവചനപരമുണ്ട്, പ്രവചിച്ചാൽ കറക്റ്റാ കാര്യം, പറഞ്ഞു കഴിഞ്ഞാൽ 3-ാം ദിവസം കാര്യം സംഭവിക്കും. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുന്നത് എന്താ? സകല മർമ്മങ്ങളും ജ്ഞാനവും ഗ്രഹിച്ചാലും വചനത്തിന്റെ സകല പരിപാടി എനിക്കറിയാം. മലകളെ നീക്ക. ഭയങ്കര വിശ്വാസിയ. വിശ്വാസം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഭയങ്കരമാണ്. എല്ലാം ആൾക്കാരുടെ മുമ്പിൽ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര സംഭവം. പക്ഷെ ഇതിനകത്ത് ഈ ഒരു സാധനം ഇല്ലെങ്കിൽ ഒന്നുമില്ലെന്നാണ്. വചനം എല്ലാവർക്കും ആപ്ലിക്കബിൾ കേട്ടോ. ആരോട് ഞാൻ ഈ പറയണമെന്ന് പറഞ്ഞാൽ ഇത് പരിശുദ്ധാത്മാവാണ് നമ്മളോട് സംസാരിക്കും. കാരണം ഇതെനിക്ക് ഇന്നറിയാം. ഇന്നത്തെ മീറ്റിംഗ് എന്ന് പറയുന്നത് 2022 വേണ്ടിയുള്ള മീറ്റിംഗ്. 2022 മാത്രം തീർന്നു പോകുന്നതുമല്ല, ജീവിതാവസാനം വരെ കർത്താവ് നിങ്ങളുടെ പേഴ്സണാലിറ്റി മാറ്റി എഴുതുന്ന, ഇപ്പൊ പരിശുദ്ധാത്മാവ് പറഞ്ഞ വാക്കാണ് എനിക്ക് പറയുന്നത്, നിങ്ങളുടെ പേഴ്സണാലിറ്റിയെ റീഡ്രോ ചെയ്യുന്ന ദിവസമാണ്. നിങ്ങൾ ആള് മാറുന്നത് ടോട്ടലി മാറുക. നിങ്ങളുടെ മേൽ നിങ്ങൾ പോലും അത്ഭുതപ്പെടുന്ന പോലെ നിങ്ങളുടെ മേൽ റെസ്പെക്ട്. ഇന്ന് എനിക്കറിയില്ല, ഫ്രം ദ വെരി ഫസ്റ്റ് മൊമെന്റ് കർത്താവ് റെസ്പെക്ട് നിങ്ങളുടെ മേൽ ഷവറിങ്, റെസ്പെക്ട് ഷവർ ചെയ്യുന്ന കാണാം. ജനങ്ങൾ നിങ്ങളുടെ മേൽ റെസ്പെക്ട് ഷവർ ചെയ്യുക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അവരൊന്നും നമ്മളെ റെസ്പെക്ട് ചെയ്യാൻ ഒരു കാര്യവുമില്ല. അതുപോലെയുള്ള ഉന്നതത്തിലുള്ളവരുടെ റെസ്പെക്ട് നമ്മുടെ മേൽ വരുന്നു. ഹല്ലേലൂയ. എനിക്കറിയത്തില്ല, ഇന്ന് ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം, ഞാൻ ഇവിടെ ഇരുന്നപ്പോൾ ഇവരോടൊക്കെ ഞാൻ ആപ്പടെ ഒരു എന്താ, ചില സമയത്ത് അന്നേരം തന്നെ നമുക്കൊരു ഉറപ്പുണ്ട്. കാരണം കർത്താവ് പറപ്പിക്കാൻ പോവാന്ന് അറിയുന്നതിന് മുമ്പ് കാര്യം അന്നേരം ഒരു ബ്ലാങ്ക് ആവുന്ന ഒരു സീനുണ്ട്. ടോട്ടലി ബ്ലാങ്ക് ആവും. നമുക്ക് എന്താ മുമ്പോട്ട് പോകുന്നത് ആകെപ്പാടെ ഒരു അൺട്രസ്റ്റ് ഫീൽ ചെയ്യും. അൺട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു എന്താ പറയുന്നത്, ഹി ടേക്സ് ഓവർ. നമുക്കറിയാമല്ലോ, നമ്മുടെ കയ്യിൽ നിന്ന് കൺട്രോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി പാടാം. കൺട്രോൾ പോകുന്ന സമയത്ത് നമുക്ക് മാനുഷികമായിട്ടൊരു ബുദ്ധിമുട്ട്. പക്ഷെ അതൊരു സൈനാണ്. എനിക്കൊരു കാര്യം നല്ല കറക്റ്റായിട്ട് അറിയാം. ആ ഒരു ദിവസം കർത്താവ് സംസാരിക്കുന്ന സംസാരം, കർത്താവിന്റെ വചനം വേഗത്തിൽ ഓടും. ഈ വരാൻ പോകുന്ന ഇന്ന് കർത്താവ് ഈ പറഞ്ഞ 2022 പ്രിപ്പറേഷൻ ഡേ ആയിരുന്നു. ഹല്ലേലൂയ. ഇന്ന് എഴുതിയിട്ടോ 2022 പ്രിപ്പറേഷൻ ഡേ ആണ്. Respect is going to get showered upon you. ലോകത്തിൽ നിങ്ങൾ ഒരിക്കലും നിങ്ങളെ ബഹുമാനിക്കാൻ ഒരു സാധ്യതയുമില്ലാത്തവർ, നിങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തവർ, നിങ്ങളെ ഏറ്റവും കൂടുതൽ മുറിവേൽപ്പിച്ചവർ നിങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പോകുന്ന വർഷമായത്. പ്രൊവൈഡഡ് ഇഫ് യു ആർ റെഡി ടു റൺ ആൻഡ് ഗോ ആൻ എക്സ്ട്രാ മൈൽ. വെറുതെ ഇത് വന്നു കയറുന്നതല്ല. there is an input from your side. ഫോഴ്സ് യുവർ സെൽഫ്. ഒന്ന് ഫോഴ്സ് ചെയ്തേ, തന്നെ ഒന്ന് ഫോഴ്സ് ചെയ്തേ, ആ ഒരു എക്സ്ട്രാ മൈൽ പോകാൻ ഒന്ന് ഫോഴ്സ് ചെയ്തേ. താങ്ക് യു ജീസസ്. ഹി വിൽ സ്പർ യു അപ്പ്. നിങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആൾക്കാർ നിങ്ങളെ ബഹുമാനത്തോടെ നിങ്ങളെ കൊണ്ടു നടക്കുന്നത് കാണാൻ പോകുന്ന വർഷം. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും നടക്കത്തില്ല, നിങ്ങൾ ഒരിക്കലും അനുഗ്രഹിക്കപ്പെടത്തില്ലെന്ന് നിങ്ങൾ അറിഞ്ഞും നിങ്ങൾ കേൾക്കാതെ മറ്റുള്ളവർ പറഞ്ഞതായിട്ട് നിങ്ങൾ അറിഞ്ഞവരും നിങ്ങളെ ബഹുമാനിക്കാൻ പോകുന്ന വർഷം. എനിക്കറിയാം, ഇന്ന് ഇവിടെ ഇന്നെ കേട്ടോണ്ടിരിക്കുന്ന അനേകര് നിങ്ങൾ അറിയാതെ നിങ്ങളെ പറ്റി വളരെ മോശമായി സംസാരിച്ചത് വളരെ റിലയബിൾ സോഴ്സിൽ നിന്ന് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളൊന്നും പ്രതികരിക്കാൻ പോയിട്ടില്ല.
അങ്ങനെയുള്ളവരോട് ഞാൻ പറയാം, നിങ്ങൾ രക്ഷപ്പെട്ടു. നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഈ ദിവസം ഉണ്ട്. Amen. So, hallelujah. Thank you. നിങ്ങളെ അതുപോലെ വേണ്ടാത്തത് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. നിങ്ങളുടെ വർഷമാണ് 2022. നിങ്ങൾ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല, നിങ്ങളുടെ വർഷമാണ് 2022. Just go an extra mile. Amen. Hallelujah. Go an extra mile. He is going to show his favor upon you. Hallelujah. Thank you. എല്ലാവരും തള്ളിക്കളഞ്ഞ കല്ലിനെ മൂലക്കല്ലാക്കിയ കർത്താവ് നിങ്ങളെ ചേർത്ത് പണിതിട്ടുണ്ടെങ്കിൽ ആ കല്ലിന്റെ മേൽ തട്ടി വീഴുന്നവൻ ധൂളിയായി പോകുമെന്ന വചനം പറയുന്നത്. ഹി വിൽ ബി ജസ്റ്റ് ലൈക്ക് ഡസ്റ്റ്. നിങ്ങളെ എതിർത്ത് നിന്നവൻ നിങ്ങളെ തട്ടി തന്നെ വീണ് മാറിപ്പോകുന്നത് നിങ്ങൾ കാണും. Hallelujah. അത് അവന്റെ മേൽ വീണാൽ അത് അവനെ ധൂളിപ്പിക്കുമെന്ന് എഴുതി. ഓ ഹല്ലേലൂയ. നിങ്ങളുടെ വചനം നിങ്ങൾ ഒരിക്കൽ കൂടെ ഒന്ന് നോക്കിക്കേ. നിങ്ങളോട് കലശൽ കൂട്ടുന്നവർ നിങ്ങൾ നിമിത്തം തന്നെ വീഴും. നിങ്ങൾ ഒന്നും ചെയ്യണ്ട. The glory from you will destroy every other works. പക്ഷേ ഈ ഗ്ലോറി വെളിപ്പെടണമെങ്കിൽ just go an extra mile. എനിക്കറിയത്തില്ല കർത്താവ് ഇത് എന്തുകൊണ്ട് അവിടെ കൊണ്ട് ലാൻഡ് ചെയ്യിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം, ഇന്ന് ഞാൻ തന്നത് നിങ്ങളുടെ അനുഗ്രഹത്തിനുള്ള താക്കോൽ. If you want to take it, take it. It's none of my business. പറയാനുള്ളത് പറയാനേ എനിക്ക് പറ്റൂ. ഈ താക്കോല് ചെന്നത് ഈ പരിശുദ്ധാത്മാവിൽ നിന്ന് കിട്ടിയ താക്കോല് ഞാൻ ഏറ്റെടുത്തിട്ടുണ്ട്. ബാക്കി സഭയ്ക്ക് കൊടുക്കേണ്ട താക്കോല് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് ആരെയും കമ്പൽ ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ ഇന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്ക് തന്നെ അറിയില്ല. I cannot compel you. It is your responsibility. If you are ready to do that, you will see wonderful work of God in your life. 2022 നിങ്ങളുടെ മേൽ വരാൻ പോകുന്ന ബഹുമാനം, അതായത് 2022 കൊണ്ടും 23 ഈ ബഹുമാനം തീർന്നു പോന്നാൽ ഇത് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. You will be a respectful figure. നിങ്ങളുടെ ജോലി സ്ഥലത്തായിക്കോട്ടെ, നിങ്ങളുടെ വീട്ടിലായിക്കോട്ടെ, നിങ്ങളുടെ കുടുംബത്തിലായിക്കോട്ടെ, സഭയിലായിക്കോട്ടെ, എവിടെയായാലും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഇന്ന് ബാച്ചിലേഴ്സ് ആയിട്ടിരിക്കുന്നവരോട് പറയാം, നിങ്ങളുടെ ജീവിത പങ്കാളി നിങ്ങളോട് ഏറ്റവും റെസ്പെക്ട്ഫുൾ ആയിട്ട് പെരുമാറുന്നത് കൽപ്പിച്ച് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. നിങ്ങൾ ഏറ്റവും കൂടുതൽ നിങ്ങളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്ന ഒരു ജീവിത പങ്കാളി നിങ്ങൾക്ക് വന്നത് കണ്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങി. എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് കർത്താവ് പറയുന്നത്. ഇറ്റ് ഇസ് എ പ്രൊഫറ്റിക് അട്രൻസ്. വിളിച്ചു പറഞ്ഞു, എന്റെ ജീവിത പങ്കാളിയെ ഞാൻ ബഹുമാനിക്കുമ്പോൾ എന്നെ അതിനേക്കാൾ അധികമായി ബഹുമാനിക്കുന്ന ഒരു ലൈഫ് പാർട്ട്ണർ എനിക്ക് വേണ്ടി കർത്താവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. വാ തുറന്ന് പറഞ്ഞു. എന്നെ കേട്ടോണ്ടിരിക്കുന്ന എല്ലാ ബാച്ചിലേഴ്സും വിളിച്ചു പറഞ്ഞു, നിങ്ങളെ നന്നായിട്ട് റെസ്പെക്ട് ചെയ്യുന്നു. ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഞാൻ പറയുന്നത്. ഇന്ന് അങ്ങനെ ഒരു ലൈഫ് പാർട്ട്ണറെ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. എനിക്ക് എന്റെ കാര്യം, നിനക്ക് നിന്റെ കാര്യം എന്ന് പറയുന്നവർ, അല്ലെങ്കിൽ എന്റെ കാര്യം ആദ്യം അല്ലെങ്കിൽ പിന്നെ നിന്റെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളെ നന്നായി റെസ്പെക്ട് ചെയ്യുന്ന ഒരു ലൈഫ് പാർട്ട്ണർ. ജീസസ്. കുടുംബം ഒന്ന്, ഇന്ന് കുടുംബത്തിൽ നിൽക്കുന്നവർ പറഞ്ഞു, നിങ്ങളുടെ ഇതുവരെ നിങ്ങൾക്ക് റെസ്പെക്ട് കിട്ടിയിട്ടില്ലെന്ന് പറയുന്നുണ്ടോ? ഗോ ആൻ എക്സ്ട്രാ മൈൽ. ദേ വിൽ ഗീവ് യു റെസ്പെക്ട്. Holy Spirit will force. He will force them to give respect. There's no other choice. എല്ലാ കണ്ണുകളും അടച്ചു. പരിശുദ്ധാത്മാവിൽ ആ സ്പിരിച്വൽ റെമിനകത്തേക്ക് ഒന്ന് കയറി. ഇന്ന് എനിക്കറിയാം, ഇന്ന് കർത്താവ് എന്തൊക്കെയോ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്റെ ബുദ്ധിക്കോ നിങ്ങളുടെ ബുദ്ധിക്കോ നിൽക്കുന്നത് പോലെയല്ല ഇന്ന് ദൈവ സാന്നിധ്യത്തിനകത്ത് നിൽക്കുന്ന. എനിക്കെന്നൊരു കാര്യം പറയാം, വിക്രം ബ്രദർ നിന്ന് ആരാധിച്ചു തുടങ്ങിയപ്പോൾ I enter into holies എന്ന് പറഞ്ഞ നിമിഷം ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്ത് തുടങ്ങിയതാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് ഞാൻ ഉറപ്പിച്ചു പറയാം, ഇന്ന് ഈ മീറ്റിംഗ് കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾ സ്പിരിച്വലി നിങ്ങൾ അതിനകത്തേക്ക് ഒന്ന് കയറി നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ എഴുന്നേക്കുന്ന പോലത്തെ വ്യത്യാസം കാണും. I can feel his presence like
എനി അതർ ഡേ, വേറെ ഒരു ദിവസവും ഞാൻ കാണാത്ത പോലെ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദിവസം. ഓ ഹല്ലേലൂയ, കർത്താവിനെ ഏറ്റെടുത്തോണ്ട് കർത്താവിനോടൊന്ന് പറഞ്ഞു, കർത്താവേ ഈ വചനം ഇതിനകത്തെ ജീവൻ എന്റെ അകത്തേക്ക്. ഓ ഹല്ലേലൂയ, എല്ലാ കരങ്ങളൊന്ന് കോർത്തുപിടിച്ച് ഹല്ലേലൂയ, എല്ലാ കൈകളും നിങ്ങളുടെ അടുത്ത കൈ കോർത്തുപിടിച്ചു. യേശുവിന് കേട്ട വചനത്തിനകത്ത് ജീവൻ ഞാൻ വലിച്ചെടുക്കുക. I leach out that life into my life. ഒന്ന് ഏറ്റെടുത്തോണ്ട് പറഞ്ഞു, യേശുവെ ഇന്ന് കേട്ട വചനത്തിനകത്തിരിക്കുന്ന ജീവൻ. ഓ, എന്റെ സ്നേഹം പുറപ്പെടുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ബഹുമാനം ഇത് ഞാൻ ലീച്ച് ഔട്ട് ചെയ്യുക. കർത്താവ്, ഞാനത് വലിച്ചെടുക്കുന്നു, ഞാൻ എന്നിലേക്ക് അതിനെ വലിച്ചെടുക്കുന്നു. ഇന്ന് കേട്ട വചനത്തിന്റെ ശക്തി, ജീവൻ, ജീവനുള്ള വചനം, ജീവനുള്ള വചനം, ജീവൻ എനിക്ക് ഫ്രൂട്ട് ഉണ്ടാകുന്ന, കർത്താവ് ഫലം കായ്ക്കുന്ന വചനം. ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനം ഞങ്ങൾ ഏറ്റെടുത്ത് ഞങ്ങളുടെ ഹൃദയത്തിനകത്തേക്ക് ഞങ്ങൾ അതിനെ ഉറപ്പിക്കുന്നു. കർത്താവിന്റെ റിസൾട്ട് കണ്ടോണ്ട്, ഇതിന്റെ റിസൾട്ട് കണ്ടോണ്ട് 2022 എന്ന് പറയുന്ന കർത്താവിന്റെ വചനം ആക്സലറേറ്റ് ചെയ്ത് ഞങ്ങളുടെ മേൽ സഞ്ചരിക്കുമ്പോൾ, ഞങ്ങൾ സ്നേഹിച്ചു തുടങ്ങുമ്പോൾ, റെസ്പെക്ട് ഞങ്ങളുടെ ജീവിതത്തിൽ കൂടി കൂടുന്നു. ഇതെനിക്ക് അറിയത്തില്ല, ഇന്ന് ഇത് കാനഡ സഭയ്ക്ക് വേണ്ടിയിട്ടാണ് കർത്താവ് അയച്ചേക്കുന്നത്. ഈ വരുന്ന വർഷം കാനഡയിൽ റെസ്പെക്ട്ഫുള്ളി ഈ ചർച്ചിൽ ഇത് ഏറ്റെടുക്കുന്ന ഓരോ മക്കളെയും, അവർക്ക് വരാൻ പോകുന്ന സാക്ഷ്യങ്ങൾ, അവരുടെ മേൽ വെച്ച റെസ്പെക്ട്, കർത്താവിന്റെ ഫേവർ കൊണ്ടുവരുന്ന അത്ഭുതങ്ങൾ വെളിപ്പെട്ടു വരുന്ന വർഷമായിരിക്കാം. പ്രയോജനം വേണമെങ്കിൽ ഇതിനകത്ത്, ഇന്ന് കേട്ടതിനകത്ത് പ്രയോജനം വേണമെങ്കിൽ ആ വചനം അതിനകത്ത് എന്റെ ജീവൻ എടുത്ത്, ഇത് എനിക്ക് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല. ഞാൻ വീണ്ടും പറയും, ഒരു റോളും എനിക്ക് ഇതിനകത്ത് വേണ്ട. ഇത് കർത്താവ് തരുന്ന റോൾ, അത് എടുത്ത് അതിനകത്തുനിന്ന് ജീവൻ, കർത്താവ് തരുന്ന ജീവൻ, യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ ഏറ്റെടുക്കുന്നു. എന്റെ കുടുംബത്തിലേക്ക് ഞാൻ ഇതിനെ വലിച്ചെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ മൂല വരെ കർത്താവ് ഞങ്ങളുടെ ഭവനത്തിനകത്ത് യേശുവിന്റെ സാന്നിധ്യം കൊണ്ട് നിറഞ്ഞിരിക്കുക. സ്തോത്രം. പരിശുദ്ധാത്മാവെ, കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ഞങ്ങൾ കൽപ്പിച്ച് അയക്കുന്നു. നിന്റെ വചനം ക്രിയ ചെയ്യാതെ മടങ്ങി വരത്തില്ലെന്ന് ഈ ബൈബിളിൽ എഴുതിയിരിക്കുന്നെങ്കിൽ കർത്താവെ ഞാനത് ഏറ്റെടുക്കുന്നു, എന്റെ ജീവിതത്തിൽ ഏറ്റെടുക്കുന്നു. കർത്താവ് ചെയ്ത കൃപയ്ക്കായിട്ട് സ്തോത്രം, യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. Thank you Jesus. Hallelujah. This is truth and life. This is truth and life. എല്ലാ കണ്ണുകളും അടച്ചുകൊണ്ട് അല്പസമയം എന്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചു. അടുത്ത കുടുംബമായിട്ടായിരിക്കുന്നെങ്കിൽ കൈ പിടിച്ചോണ്ട് താങ്ക് യു ജീസസ്. ഞങ്ങൾ ഈ ലോകത്തിനുള്ളവരല്ല കർത്താവ്, ഞങ്ങൾ ലോകത്തിൽ നിന്നുള്ളവരല്ല, ഞങ്ങൾ ഉയരത്തിൽ നിന്നും ദൈവത്തിൽ നിന്ന് വന്നവർ. കർത്താവ്, ലോകത്തിന് ഞങ്ങളെ മനസ്സിലാകത്തില്ല, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയുണ്ട്, ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഭാഷയുണ്ട്, ദൈവത്തിന്റെ ഭാഷയാണ്. ലോകം മുഴുവൻ പുച്ഛിക്കുമ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞ ലോകം, യേശുവിന് മാന്യത കൊടുക്കാത്ത ലോകം, ഹല്ലേലൂയ. പക്ഷെ സ്വർഗത്തിൽ യേശുവിന് മാന്യത കൊടുത്തതുപോലെ ഇന്ന് ലോകം ഞങ്ങൾക്ക് മാന്യത തന്നില്ലെങ്കിൽ കർത്താവേ, അതിന് സമയം വരുന്നുണ്ട്. ഞങ്ങളുടെ മേൽ റെസ്പെക്ട് ഈ ലോകം തന്നെ പറയുന്ന എല്ലാ മുട്ടും മടങ്ങുന്ന, എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമത്തിന്റെ കൂടെ ഞങ്ങൾ ചേർന്നിരിക്കുന്നു. കർത്താവേ, കേരളയിലെ സഭ അനേകർക്കും വെളിച്ചമായിട്ട് തീരുന്നു. ഞങ്ങളെ കണ്ട് കർത്താവ് അനേകർ അത്ഭുതപ്പെടുന്നത് പോലെ ഈ സഭയിലെ സ്നേഹം, ഈ സഭയിലെ അത്ഭുതം, ഈ സഭയിലെ ഉറപ്പ്, ഈ സഭയിൽ നടക്കുന്ന അത്ഭുതങ്ങൾ, ഇതൊക്കെ കണ്ട് കർത്താവ് ലോകത്തിന്റെ റെസ്പെക്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും മേൽ കർത്താവ് വെളിപ്പെടുത്തി തരുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, ഈ സഭയിലുള്ളവരെ കർത്താവെ ജോലിക്ക് എടുക്കണമെന്ന് പറഞ്ഞ ആൾക്കാർ ഓടി വരുന്ന സമയം വരുന്നുണ്ട്. കർത്താവെ, ആ സഭയിലെ ഒരു മെമ്പർ ഞങ്ങളുടെ ബിസിനസ്സിൽ അവർ വന്നാൽ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുമെന്ന് ലോകം അറിയപ്പെടുന്നത് പോലെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കർത്താവെ, ഹല്ലേലൂയ, അഭിഷേകമുള്ള കുഞ്ഞുങ്ങളാണ് അവര്. കർത്താവെ, ഞങ്ങളുടെ സ്ഥാപനത്തിലൊന്നും വന്നാൽ, അവർ ഞങ്ങളുടെ അടുക്കലൊന്നും വന്നാൽ തന്നെ അവിടെ അനുഗ്രഹിക്കപ്പെടുമെന്ന് അറിയുന്ന ബോസ് കർത്താവെ അവിടെ ഉണ്ടായി വരുന്നതിനെ സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ മക്കൾ കർത്താവെ ഇരിക്കാൻ പോകുന്ന വലിയ സ്ഥാനങ്ങളെ കണ്ടുകൊണ്ട് ഞങ്ങൾ അനുഗ്രഹിച്ചു ഞങ്ങൾ വലുത് കർത്താവ്, ഞങ്ങൾ വലുത് കാണും, ഞങ്ങൾ വലുത് പറയുന്നത് ഞങ്ങളുടെ കർത്താവ് വലുതായതുകൊണ്ട്, ഞങ്ങളുടെ കർത്താവ് വലിയവനായതുകൊണ്ട്
എല്ലാവരും കർത്താവ് മനുഷ്യൻ ചിന്തിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് വലുതായി അവൻ ദൈവമായിരിക്കുന്നത് കൊണ്ട്, ദൈവം ചിന്തിക്കുന്നത് പോലെ, ദൈവം സംസാരിക്കുന്നത് പോലെ, ദൈവം പറയുന്നത് പോലെ, ദൈവം കൽപ്പിക്കുന്നത് പോലെ ഞങ്ങൾ സംസാരിക്കുന്നു. എല്ലാ മഹത്വമാണ് എനിക്ക് കർത്താവ്, എല്ലാ മഹത്വവും യേശു, എല്ലാ മഹത്വവും ഞങ്ങളുടെ പിതാവിന്, എല്ലാ മഹത്വവും ഞങ്ങളുടെ പരിശുദ്ധാത്മാവിന്. കർത്താവെ, ഈ ദിവസം ഞങ്ങൾക്കായിട്ട് കർത്താവ് സൃഷ്ടിച്ചു തന്നതിനായി സ്തോത്രം. ഞങ്ങൾക്കായിട്ട് മെനഞ്ഞെടുത്ത് കർത്താവ് ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം. എല്ലാ സ്നേഹവും ഞങ്ങൾ അങ്ങേക്ക് തരിക കർത്താവ്. സ്നേഹിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണം എന്ന് കേട്ടതുപോലെ കർത്താവ് 1 മൈൽ എക്സ്ട്രാ പോകാൻ ഞങ്ങൾ ആ 1 മൈൽ കഴിയുമ്പോൾ കർത്താവ് 2ാമത്തെ മൈലിൽ ഞങ്ങളെ കർത്താവ് അതിന്റെ അധികാരിയാക്കി. ആ 2ാമത്തെ മൈലിൽ കർത്താവെ ഞങ്ങളെ നിർബന്ധിപ്പിച്ചവനല്ല, ഞങ്ങൾ അവരുടെ രാജാവ്. അവരെ ലജ്ജിപ്പിക്കുന്നത് പോലെ, അവരുടെ മേൽ ഞങ്ങൾക്ക് അധികാരം തരുന്നത് പോലെ ആ 2ാമത്തെ മൈൽ ഞങ്ങളെ കൊണ്ട് നടത്തി. അത് സന്തോഷത്തോടെ ചെയ്യാൻ, പിന്നിലുള്ളതിനെ മറന്ന് മുന്നോട്ടാൻ, കർത്താവിലോടാൻ, കർത്താവിന് വേണ്ടി അവൈലബിൾ ആവാൻ. ലോകത്തിന്റെ ബുദ്ധികേട് കർത്താവ് അത് ഏറ്റവും വലുതാക്കിയെടുത്തു. ലോകത്തിന് വലിയ കാര്യങ്ങൾ അവർ പറയുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഞങ്ങളുടെ ജ്ഞാനം ഉയരത്തിലുള്ളവർ, ഞങ്ങൾ വിശ്വസിക്കുന്ന ഉയരത്തിലുള്ളവർ, ഞങ്ങൾ ഉയർത്തുന്നുള്ളവർ, ഞങ്ങളുടെ മേൽ കർത്തൃത്വം ചെയ്യുന്നത് മുഴുവൻ, ഞങ്ങളുടെ മേൽ ലോഡ്ഷിപ്പ് എടുക്കുന്ന മുഴുവൻ ലോയും എല്ലാ പ്രിൻസിപ്പിൾസും അത് ദൈവത്തിൻ്റെതായിരിക്കുന്നതിനായി സ്തോത്രം. ദൈവരാജ്യത്തിന്റെ നിയമത്തിനകത്ത് വന്നുകൊണ്ട് കർത്താവെ, നീ ആ മലമേൽ കയറി പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായ ഭാഗ്യവാൻ, ഒരുവൻ നിന്റെ വസ്ത്രമെടുത്താൽ പുതപ്പ് കൂടെ അവന് കൊടുക്കുക എന്ന് പറയുന്നത് ആ മനസ്സ് കർത്താവ് ഞങ്ങളുടെ ആറ്റിറ്റ്യൂഡ് മാറാൻ. ആറ്റിറ്റ്യൂഡിനകത്ത് ഒരു മാറ്റം കർത്താവ് തരുന്നതിനായി സ്തോത്രം. ഞങ്ങളെ സമർപ്പിക്കുമ്പോൾ കർത്താവ് ആറ്റിറ്റ്യൂഡ് മാറ്റുന്നത് കർത്താവ് ചെയ്യാൻ പറ്റും. കർത്താവ് പറയുന്നുണ്ട് ഞങ്ങളത് പ്രസവം ചെയ്യാം. കർത്താവ് ഞങ്ങളത് ചെയ്യുന്നു. ഞങ്ങളായിട്ട് ശ്രമിക്കും. സ്നേഹം ആചരിപ്പാൻ ഉത്സാഹിപ്പെന്ന് പറഞ്ഞിരിക്കുന്നത് കർത്താവ്. സ്നേഹം അത് ഞങ്ങൾ ഉത്സാഹിച്ചെങ്കിലേ അത് പുറത്തു വരുള്ളൂ. ഞങ്ങളത് അറിയുന്നു, ഞങ്ങളത് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വചനം ക്രിയ ചെയ്യും. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ. Thank you, Jesus. Hallelujah. എത്ര സന്തോഷം. വചനത്തിനകത്ത് ജീവൻ നമ്മുടെ ജീവിതത്തിനകത്ത് വരുമ്പോൾ കർത്താവ് നമ്മളോട് സംസാരിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് എന്താ പറയുന്നത്, ഓവർഫ്ലോയിങ് ജോയ്. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. ഇത് നമ്മളിങ്ങനെ പോയാൽ സമയം ഇങ്ങനെ പറന്നുകൊണ്ടേയിരിക്കും. ഒരു കാര്യം എനിക്ക് ഉറപ്പിച്ചറിയാം, 2022 സ്റ്റാർട്ടിങ് തുടങ്ങിയതായി മീറ്റ്. റെസ്പെക്ട്, കർത്താവിന്റെ റെസ്പെക്ട് കാണാൻ പോകുന്നത്, കർത്താവ് തരുന്ന ആരോപിക്കുന്ന റെസ്പെക്ട്. ഹല്ലേലൂയ. സോ ഇന്ന് ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ആരുടെയെങ്കിലും ഉണ്ടെങ്കിൽ, ജിജി ബ്രദറെ ഹാപ്പി ബർത്ത്ഡേ. ജിജി ബ്രദറിന്റെ ബർത്ത്ഡേ ഇന്നലെ അല്ലായിരുന്നു? അത് ഇന്നായിരുന്നു? കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ആഴ്ച ഞാൻ അന്നേരം അത് കണ്ടപ്പോൾ വിചാരിക്കുകയും ചെയ്തു, ജിജി ബ്രദറിന്റെ ബർത്ത്ഡേ കഴിഞ്ഞ ആഴ്ചയാണെന്ന് പറഞ്ഞതേ ഇല്ലല്ലോ. ജിജി ബ്രദറിന്റെ ബർത്ത്ഡേ കഴിഞ്ഞു. ബിലേറ്റഡ് ബർത്ത്ഡേ. എമിലി ഹാപ്പി ബർത്ത്ഡേ. നോയലിന്റെ ബർത്ത്ഡേ ആണ്. നോയലിന്റെ ബർത്ത്ഡേ. ഓക്കെ, നോയൽ ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. നോയലിന്റെ ശബ്ദം കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര അതിശയം. ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് നോയലിന്റെ ശബ്ദം പോയ പോക്ക്. ഓക്കെ, വേറെ ആരുടെയെങ്കിലും ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ? ജിജി ബ്രദർ, എമിലി, നോയൽ. അനില ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പ്രാർത്ഥിച്ചേ. ജിജി ബ്രദർ, എമിലി, നോയൽ. പ്രിയപിതാവേ, യേശുവേ, കർത്താവെ, നല്ല ദിവസത്തിനായി സ്തോത്രം പറയുന്നു. കർത്താവെ, നീ ഇന്ന് പറഞ്ഞ പോലെ കർത്താവെ, ഞങ്ങൾക്കെല്ലാം കർത്താവ് നീ ആ ഒരു ഫേവർ തന്നതിനായി സ്തോത്രം. കർത്താവ്, ഇന്നത്തെ ദിവസം നോയലിനെയും എമിലിനെയും ജിജി ബ്രദറിനെ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ പുതിയൊരു വർഷം കർത്താവ് ഇന്ന് പറഞ്ഞതുപോലെ തന്നെ കർത്താവ് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു വർഷമാക്കുന്നതിനായി സ്തോത്രം പറയുന്നു. കർത്താവ്, നിന്റെ നന്മകളാൽ കർത്താവ് ഇവരെ നിറച്ചതിനായി നന്ദി പറയുന്നു. സകലത്തിന്റെ പൊന്ന് യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് കർത്താവിന്റെ പേരിലേക്ക് വിളിക്കാം.
താങ്ക് യു ജീസസ്. കർത്താവെ നന്ദി പറയുന്നു. കർത്താവിന്റെ വയലിലേക്ക് കർത്താവെ 100 മടങ്ങായി കർത്താവിന്റെ രാജ്യത്തിന് ഇത് പ്രയോജനപ്പെടുന്നതിനായിട്ട് സ്തോത്രം. സകല നന്മകളാലും ഞങ്ങളെ അനുഗ്രഹിച്ചു. കൃപയ്ക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. പ്രാർത്ഥനാ വിഷയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഷെയർ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് സാക്ഷ്യത്തിലേക്ക് പോകാം. ഇന്നൊരു 4 സാക്ഷ്യങ്ങളുണ്ട്. ഞാൻ അവരോട് സമയം എടുത്ത് പറഞ്ഞോളാനും പറഞ്ഞിട്ടുണ്ട്. സാക്ഷ്യം പറയുന്നവർക്ക് സമയം എടുത്ത് പറയാൻ കേട്ടോ, ഒരു കുഴപ്പമില്ല. അവര് ജോലി കഴിഞ്ഞിട്ട് ഇറങ്ങിയിട്ടില്ല തോന്നുന്നു. ഓക്കെ, ആഷിഫായി you are there, right? Okay, fine. I just want to make sure. Okay, so Rishabh, are you there? Hey, okay, he's here. Okay, Rishabh, go ahead. Okay, great. Praise the Lord. So this year has been, as Debbie Uncle said today, exact words. I don't know how he is reading my mind, or the words of the Bible are just flowing through my mind and through my Holy Spirit. This year I went extra mile without thinking about, without thinking about what the rewards are, what's going to come up in my job, or what's going to happen. Last 3 years working at Scotiabank, I was very disappointed, like I'm working hard, nothing's happening. But the beginning of the year, from the day we knew this was year of enlargement, so I just went extra mile, kept going extra mile, as in not expecting any rewards, not expecting anything to happen, no new promotions, nothing, no rewards or anything. Just keep going extra mile, because the Lord shows in your work. The Lord shows when your work comes out. That's when the Lord's magic happens. When people see what your work is, then people understand Lord's work, because Lord is working in your hands, and Lord is working through your Holy Spirit, through all of your brains and your smartness and so on. So this year I've been recognized out of 3,000 employees globally as individual leader by the CEO of Scotiabank. And I got the award yesterday from our VP. So we had a celebration, comes with financial incentives and so on. But in Toronto, I'm the top employee at Scotiabank. So that's how this is. Amen. Amen. Hallelujah. Thank you, Jesus. ജോലിയിൽ മാത്രമല്ല കേട്ടോ, everywhere go an extra mile. He will bless you. ഒരാൾ കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കലി വരേണ്ടതാണ്. സീമോ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്തത്. പ്രൈസ് ലോർഡ്. എല്ലാം മഹത്വം എൻ്റെ അപ്പന്. ഈ സാക്ഷ്യം എങ്ങനെ പറയണോന്നറിയില്ല. ഞാൻ വിചാരിക്കാത്ത ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു സാക്ഷ്യം. കർത്താവ് വിശ്വസ്തനാ. വെറും സിമ്പിളാ നമ്മൾ പറയുമ്പോ. ട്രോണിക് ബ്രദറിന്റെ ആ ഒരു മെസ്സേജ് കേട്ടപ്പം ഞാൻ അന്നേരം പോലെ എൻ്റെ മൊബൈലിലല്ല ബാങ്ക് അക്കൗണ്ട്. അപ്പൊ ഞാൻ ബിന്നുനോട് പറയാം, അക്കൗണ്ട് നോക്കിയോ പൈസ വരും. എന്നിട്ട് മൺഡേയും ട്യൂസ്ഡേ ഒക്കെ രാവിലെ 6:30 മെസ്സേജ് എടുക്കും. ഒരുങ്ങുന്നതിനിടയ്ക്ക് ഞാൻ ബിന്നോട് ഒരു അക്കൗണ്ട് നോക്കിയോ പൈസ വരും എന്ന് പറയും. പക്ഷെ ഞാൻ എൻ്റെ അക്കൗണ്ടോ അങ്ങനെയല്ല നോക്കണേ. ഞാനിങ്ങനെ ബിന്നോട് പറയും പൈസ വേണ്ടേ നോക്കിക്കോളാൻ പറയും. എന്നിട്ട് ഇങ്ങനെ കേട്ട് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു. ഞാൻ സെനക്കയില് പാർട്ട് ടൈം പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുവാണ്. അപ്പൊ 2016 എനിക്ക് ഈ വീട് മാർച്ചിൽ എൻ്റെ കർത്താവ് അനുഗ്രഹമായിട്ട് തന്ന ഒരു വചനത്തിന്റെ വെളിപ്പാടാണ് ഈ വീട്. അപ്പൊ ഞാൻ ഇതിനകത്ത് നിൽക്കുമ്പോഴത്തേക്ക് വചനം എങ്ങനെ ജീവിക്കുമെന്ന് എനിക്ക് എപ്പോഴും അറിയാം. ജയ്ബർ പറഞ്ഞൊരു വചനം എക്സാക്ട്ലി ആണ് ഈ വീട്. അപ്പം വീട് കെട്ടിക്കഴിഞ്ഞപ്പോഴത്തേ നമുക്ക് മോർഗേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ടൈറ്റ് ആണ്. അപ്പൊ ഞാന് നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ കഴിഞ്ഞ് വന്ന് മേളിൽ കിടന്ന് പ്രാർത്ഥിച്ച് കർത്താവെ മെയ് ആവുന്ന അപ്പൊ ഇനി അങ്ങോട്ട് അടയ്ക്കണമല്ലോ, എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് കിടന്ന് ഉറങ്ങി. ഒരു 3:30 ആയപ്പോ എനിക്കൊരു കോൾ വരുന്നു. അപ്പോടെക്സിന്ന് പോയ ഇതാണ്. എൻ്റെ റെസ്യൂമെ പോയിട്ട് പറഞ്ഞു യു ആർ ഇൻട്രസ്റ്റഡ് ഇൻ ടീച്ചിങ് ഇൻ സെനക്ക, പഠിപ്പിക്കാൻ പറഞ്ഞു. അപ്പം കർത്താവ് ഒരു വാതിൽ തുറന്നു. പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ക്ലാസ് 1 വരും, ചിലപ്പോൾ ക്ലാസ് 2 വരും. കർത്താവ് എൻ്റെ എന്താണോ റിക്വയർമെന്റ് ആ എമൗണ്ടിന് എനിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പം ഞാൻ ഇതിനകത്ത് എന്താണ് എത്ര അവർലി ഒന്നും ഞാൻ നോക്കാറില്ല. എനിക്കൊരു തരുന്നുണ്ട്, ഞാൻ എടുക്കുന്നുണ്ട്. അപ്പം ഈ വെനസ്ഡേ എനിക്കൊരു ഇമെയിൽ വരുന്നു. ദേ റീകാൽക്കുലേറ്റഡ്
my credentials, my experience, and they promoted me to the senior professor part-time. എന്നിട്ട് അവർ പറയുന്നു my hourly rate they increased 50%, more than 50%. എന്റെ എത്ര hourly rate ആണോ അതിന്റെ ഒരു പകുതിയും കൂടെ ആഡ് ചെയ്തിട്ട്, സാറിന് നമുക്കൊരു അവർലി $5 കൂടുതൽ അല്ലെങ്കിൽ $3 കൂടുതൽ, ഞാൻ ഇതൊക്കെ കണ്ടിട്ടുള്ളൂ. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു അവർലി റേറ്റില് എന്നെ ഇൻക്രീസ് ചെയ്ത് വെനസ്ഡേ എനിക്കൊരു ഇമെയിൽ വന്നു. ഞാൻ 10 പ്രാവശ്യം വായിച്ചു നോക്കി ഇത് കറക്റ്റ് ആണോ ഞാൻ മനസ്സിലാക്കുന്നതെന്ന്. കാര്യം എനിക്ക് അൺഎക്സ്പെക്ടഡ് സനക്കയിൽ ഒരു പ്രൊമോഷൻ ഉണ്ടാവുന്നോ ഞാൻ ഒരിക്കലും, നമ്മൾ നിൽക്കുന്ന ജോലി ഫുൾ ടൈമിലാണല്ലോ നമ്മൾ പെർഫോമൻസ് റിവ്യൂ ഒക്കെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. പക്ഷെ ഇങ്ങനെ ഒരു ഇമെയിൽ എൻ്റെ അപ്പൻ, അതിനു മുന്നേ ഞാനിങ്ങനെ സംസാരിക്കുമായിരുന്നു എനിക്കും വേണം ഇങ്ങനെ പറയും. ബിനുവിനോട് ബാങ്കിൽ നോക്കാൻ പറയില്ല, ഞാൻ പറയും എനിക്കും വേണം കർത്താവ്, ഇത് എവിടെയെങ്കിലും തന്നേ പറ്റുള്ളൂ എന്ന്. പക്ഷെ തന്നപ്പോ ഞാൻ പോലും വിചാരിക്കാത്തൊരു വലിയ അത്ഭുതം വെനസ്ഡേ എന്റെ കർത്താവ് തന്നു. എത്ര സ്തുതിച്ചാലും മതിയാവില്ല. ചിലപ്പോ സെനക്ക പറയും നിനക്ക് ഇവാലുവേഷൻ ഇല്ല, നീ ക്ലാസ് എടുക്കണ്ടെന്ന്. ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോയില്ല, കർത്താവ് തരുന്നേല്ലേ. ഒരു 3 മാസം കഴിയുമ്പോൾ അവർ ഇങ്ങോട്ട് തന്നെ പറയും നിന്നെ ഞങ്ങൾക്ക് വേണം വന്ന് പഠിപ്പിക്കുക. അപ്പം ഈ കംപ്ലീറ്റ് സെനക്ക കർത്താവിന്റെ കയ്യിലാണ്. ഞാൻ നോക്കാറില്ല, എല്ലാ ജോലിയും അപ്പം തരുന്നതാണ്. പക്ഷെ ഇത് അഡീഷണൽ ആയിട്ട് അപ്പം തരുന്ന ഒരു ഇൻസെന്റീവ് പോലെയാണ് എനിക്ക്. ചിലപ്പോൾ 2 ക്ലാസ്, അപ്പം അതിന്റെ വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിക്കുന്ന സ്റ്റുഡൻസ് എല്ലാം ഡയറക്ടേഴ്സ് ആണ്. എസ്റ്റർ ലോഡയുടെ ഡയറക്ടർ, ഷീസ് നൗ ഇൻ റെസിലിയൻസ് സീനിയർ ഡയറക്ടർ ആയിട്ടിരിക്കുന്നു. പിന്നെ ഹെൽത്ത് കാനഡയിൽ വർക്ക് ചെയ്യുന്ന ലാബിലെ ആൾക്കാർ, ഞാൻ പഠിപ്പിക്കുന്ന ഇവരെല്ലാവരും ആണ്. അപ്പൊ എന്റെ സാറ്റിസ്ഫാക്ഷനും സന്തോഷം കർത്താവിനെ സ്തുതിക്കുന്നത് എപ്പോഴും ഞാൻ വിചാരിക്കും കർത്താവെ ഇവരൊക്കെ ആണല്ലോ, ഹോൾ ഫാർമ ഈസ് മൈ സ്റ്റുഡന്റ്. എനിക്ക് അങ്ങനെയുള്ളൊരു വലിയ സന്തോഷത്തില്ല. അപ്പൻ അത്രയും വലുത് തന്നല്ലോ. ഇപ്പൊ അപ്പോടെക്സിൽ നിന്ന് ഇറങ്ങിയിട്ടും ഞാൻ 42 പിള്ളേരെ അപ്പോടെക്സിനെ എല്ലാ ആഴ്ചയും പഠിപ്പിക്കുന്നുണ്ട്, ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡിഫറെന്റ് സൈഡ്. അപ്പൊ എനിക്ക് അത്രയും എത്ര എന്റെ കർത്താവിനെ സ്തുതിച്ചാലും മതിയാവില്ല. ഞാൻ അതിനൊന്നും ഒരു യോഗ്യതയില്ല. ഞാൻ ആദ്യം എന്റെ ക്ലാസ്സിൽ പറയുന്ന ഫസ്റ്റ് കാര്യം ഇതാണ്, എനിക്കൊരു ഫാർമസ്യൂട്ടിക്കൽ ഡിഗ്രി ഇല്ല, ഞാൻ വെറും ബോട്ടണിയാണ്, പക്ഷെ ഞാൻ ടീച്ച് ചെയ്യുന്നു നിങ്ങളെ. അത് പറഞ്ഞാൽ ഞാൻ തുടങ്ങുന്നത്. എല്ലാ മഹത്വം എന്റെ അപ്പന് കൊടുത്തിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഞാൻ അതിനൊരു എലിജിബിളും അല്ല എന്നുള്ളത് എനിക്കറിയാം, ഞാൻ എന്നുള്ള ഒരു വ്യക്തിക്ക്. പക്ഷെ കർത്താവ് തന്ന വലുതും അപ്പൻ തന്ന അൺയൂഷ്വൽ ഫേവർ ആണ് അത് ഞാൻ കണ്ടത് ആ വെനസ്ഡേ. ഒരിക്കലും വിചാരിക്കാത്ത ഈ 6 ഇയറിൽ ഞാൻ കാണാത്തൊരു അത്ഭുതം എന്റെ കർത്താവ് എനിക്ക് ചെയ്തു. എല്ലാ മഹത്വം എന്റെ അപ്പന്. കുടുംബത്തിലുള്ളവരൊക്കെ ഇത് കേട്ടല്ലോ. ഇതുകൊണ്ടാണ് നമ്മൾ ഈ കൂടുമ്പോൾ ചോദിക്കുന്ന പൈസ വേണോ. നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കും പൈസ വേണോ, പൈസ വേണോ. ലോകത്തിന് മനസ്സിലാകത്തില്ല, പക്ഷെ രുചിച്ചറിഞ്ഞവന് തൊട്ടറിഞ്ഞവന് മനസ്സിലാകും ഇത് നടക്കുന്ന കാര്യമാണ്. ഹല്ലേലൂയ. ലോകത്തിന് മനസ്സിലാകാത്തത് മനസ്സിലാകാൻ ഭാഗ്യം കിട്ടിയത് കൊണ്ടാണ് ധൈര്യത്തോടെ ചോദിക്കും. ഹല്ലേലൂയ. ലോകം വിമർശിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് വരേണ്ടത് നമ്മുടെ കയ്യിൽ വന്നുകൊണ്ടിരിക്കും. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ. അടുത്ത ഈ സാക്ഷ്യം ഞാൻ സിമസിനോട് പറഞ്ഞത് ക്ലിപ്പിംഗ് ഉണ്ടാക്കി അയച്ചത്. ഇതിപ്പം വേൾഡ് മുഴുവൻ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ സാക്ഷ്യം. അനേകരുടെ ഇടയ്ക്കിലെത്തി. താങ്ക് യു ജീസസ്. പ്രൂഫാ. കർത്താവ് പ്രൂവ് ചെയ്യും. വചനത്തിനകത്ത് ജീവനുണ്ട്. ഘോഷന്മാരാന്ന് ലോകം പറയും, പക്ഷെ ദൈവം അവന്റെ മക്കളെന്ന് തിരഞ്ഞെടുത്തവരാണ്. നമുക്കുള്ള ഫീവർ ആർക്കും പറഞ്ഞാൽ മനസ്സിലാക്കില്ല. താങ്ക് യു ജീസസ്. നറ്റാഷ സിസ്റ്റർ അൺമ്യൂട്ട് ചെയ്ത് ഷെയർ ചെയ്തു. ഇതെല്ലാം ഉയർച്ചയുടെ സാക്ഷിയാണ്. Praise the Lord. All glory to Jesus. In the last 1 week, it's been a very tricky time for me personally and professionally. So as you all know, that sometime earlier this year, I actually landed my full-time role. Like I started off as a contract worker with BMO, and then Jesus kind of blessed me, and that role got converted into a full-time position at BMO. Now, a part of my employment letter, or there were like conditions to employment, was that I complete my certifications, which are necessary for me to carry on and do my role. And there were like almost 6 examinations, which I had to do both externally and internally with the bank, and then through an external organization to continue in the role that I was doing. The first few, like literally 5 exams, I just cleared it one after the other. There was no issues at all. And there was this one last exam that just kept hanging on forever. I took 6 months to even attempt the exam. And
And I attempted it because I actually received an email from my boss, not from my boss, but from the senior, like from our HR managers, almost like a month back, saying that you have until the 30th of November to complete this, because if you don't, so the question on the email was that, are we holding this candidate or are we providing them an extension? This is exactly how the email came through. God's blessed me in the way that my superiors and my manager personally has been very he's been very supportive. He's been helping me, do my examinations, and he's been encouraging me in my work and recognizing me for what I was doing. But then this just hung as a question there. So I said, okay, fine, I'll commit. Let me just do the exam. I will take it up. And I actually did the exam. And by God's grace, I flunked it. And the reason why I'm saying that it's God's grace that I flunked it is that what was supposedly like the biggest and it's like my cross to carry, Jesus turned that around. He turned that entire failure into something really beautiful. I was extremely scared. I had to go back to my manager. I had to tell him that, I flunked the exam, sir. I don't know what to do. And I literally spoke to him and I discussed and I asked him that, what happens if I don't pass this exam? Like, what's going to happen? So he said that, look, I don't want to say that there's no pressure, but I don't want you to think too much about it right now. But obviously there are consequences, and the consequences over here could be, he was being kind. So the consequences would be that I would be demoted, probably have to take up a lesser role, work upon my certifications and come back to what I was doing. Or, I could even lose my job. So, he was willing, or he was standing there as a support, but still the actual consequences that I could lose my job. So I just remember just taking a moment. I remember last week, I think it was Devika's sister who said that, like this has personally been true for me, where, God makes you do things that you never thought you're ever capable of doing. And he will make you do exactly that. The things that you thought that were most difficult, that things that you think that you can never do, he will make sure that he makes you do it, so that the world knows that this is my glory manifest through my children. So it's literally what happened to me. I don't know what courage I had to, sign up for the test. Just within like a 5-day period, I decided to do the test again. And the truth is that when I did the test the first time around, looking at the questions on the screen, I kind of blanked out. Like there was 3 hours to do the test, but I remember, just like the last 20 minutes just went like I just remember changing question after question and just marking random answers, because I didn't even have the time to read it properly, because I just completely blanked out. I phased out. This is what happened in my first test. With all of this in my mind, I'm doing my second test. Not only did I complete my test like 40 minutes before the completion time, I just knew that I'm going to pass. I remember just clicking on that button. I remember seeing that pass mark, and I had in my mind, the only thing in my mind was that I know that I'm going to pass, but I want to see tomorrow what's the score that I land. That's how confident I was when I received that final, that pass mark. And the next day when I actually saw my grade, it was unimaginable, because for someone who flunked the test the first time around, I actually ended up scoring like 80% on my test, which is God's grace, only God's grace. The fact is that and then the next day I had to send my notice of completion to my manager. He sent me an email back, and he said that, Natasha, and we need to speak right now. There's certain things that have come up at work. I know that you are on your break and vacation, so you need to, is it okay if we can speak? I said, yeah, okay. So he said that, I understand. So I'm on vacation currently because it's my annual vacation. And the truth is that 9th of December was the extended date. So by 10th, I had to send him this email saying that I passed, like I qualified, because if I did not, then, it's like, you don't need to come back from vacation. It was literally like that. So on 10th, I sent him this email. He says, okay, call me. So can I call you? I said, okay. I give him my phone number. He calls me, and then he tells me that
hey, that's congratulations, it's great news that he passed. And for him, it was like, great that you passed. I actually wanted to tell you that, your bonus and your incentives for the year have already been declared. So I don't want you to feel bad. That's why I thought, that, whatever you've got right now, based on the scores that you have given, based on the fact that you qualified the exam, you must forgive me. Those are going to be backdated. Now that's going to be backdated. Your bonus is now going to go higher. Your my annual pay that I received, that's going to go higher. So you have to forgive me that I'm not updated in this case. And he's like, so this is what God did, more than I imagined. Like it's a very small exam. The fear of doing the exam was worse than anything that I could imagine. And the fact that, if this job goes, then what's next? I remember the day I flunked the exam, I actually applied for another role. I did not get any response. Again, all glory to God there, because of the very simple fact that my manager had already scored me really well. He told me that you're receiving a certain bonus or financial incentive, plus there was a bump in my salary. And then he's telling me that please don't disregard that, because it's actually going to be higher than what I already put on paper. So all glory to Jesus for that. Amen. Hallelujah. Hallelujah. യേശു അനുഗ്രഹിക്കോ? ഇത് കൂടുതലൊക്കെ പറയണോ? ഈ സാക്ഷ്യങ്ങളൊക്കെ അനേകരെ ഇപ്പൊ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക അറൗണ്ട് ദ ഗ്ലോബ്. കർത്താവ് ചെയ്യാൻ പോകുന്ന വലിയ വലിയ കാര്യങ്ങൾ ഒന്ന് കർത്താവിന് വേണ്ടി ഒന്ന് നിന്ന് കൊടുത്തേ. ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയാം. ഇഫ് യു ആർ അവൈലബിൾ ഫോർ ഹിം, ഹി വിൽ ബി ഓൾവേസ് അവൈലബിൾ ഫോർ യു. ഒരു കർത്താവിന് വേണ്ടി പല കാര്യങ്ങളിലും ആ ഒരു എക്സ്ട്രാ മൈൽ ചെയ്യുന്നതിന്റെ റിസൾട്ടും കൂടെ ഇത്. When I speak this, they know what it is. ഒന്നും പറയാതെ പല കാര്യങ്ങളും ആ ഇനീഷ്യേറ്റീവ് എടുത്ത് കർത്താവിൽ നിന്നുള്ള വണ്ണം ചെയ്യുന്നതിന്റെ റിസൾട്ടും കൂടെ ഇല്ല. കർത്താവ് മാനിച്ചുയർത്തും എന്ന് പറഞ്ഞാൽ മാനിച്ചുയർത്തും. ആത്മാർത്ഥമായിട്ട് അതിനുവേണ്ടി ഇൻപുട്ട് ഇട്ട് എന്ത് കർത്താവിന് വേണ്ടി ചെയ്താലും ഞാനത് എപ്പോഴും പറയാം, കർത്താവ് കടക്കാരനല്ല, 100 മടങ്ങായി പ്രതിഫലം തരും. ചിലപ്പോൾ ആരും നമ്മളെ റെക്കഗ്നൈസ് ചെയ്യുന്ന വരത്തില്ല, ആരും അറിഞ്ഞെന്ന് വരത്തില്ല, പക്ഷെ അറിയുന്ന ഒരുവനുണ്ട്. ഹി വിൽ റീപേ അക്കോർഡിംഗ് ടു ഹിസ് റിച്ചസ്. കർത്താവിന്റെ ധനത്തിനൊത്തവണ്ണം കർത്താവ് ചെയ്യും. അതിങ്ങനത്തെ അത്ഭുത വഴി കൂടെ ആയിരിക്കും. ഹല്ലേലൂയ. ആഷിഖ് ഭായ്, can you talk now? I know that Ashik brother may be driving or maybe in the parking, but yeah, I can talk now. Yeah, hi. Hallelujah. Hallelujah. All glory to God. Yeah, so it's another miracle in our life happened, and actually it's I believe that it's a creative miracle happened in my life. Since last year, November, December, I was facing some issues with my health, and it was findings by my family physician who reported me some issues happening with my heart, and she found some changes in my ECG. Then she referred to a cardiologist, and during that COVID season, it was very hard to get appointment, but anyhow we got appointment, and gone through so many tests like Holter. We put Holter for 48 hours, then again for echo, 2 times echo, and the all result came that I'm having some ruptures in my aorta inside my heart. So it's a big thing, so we cannot imagine. So during that situation, so my cardiologist also a couple of times he called up me, and he just told me what else the consequences can happen, and it can happen very worst. So we are believing all these things. In between, again he prescribed for another CT, and 2 CT with a normal CT and the CT with the dye.
He just wanted to make sure about all these things, but he's already, he can see all these things. The ruptures is coming, the blood flow is coming. So yeah, so he just wanted to go through further more details. What are all the ruptures are there, how the dimensions and all. So in this situation, within 3-4 months, we got again appointment for the cardiac CT. So yeah, so when we gone that CT, and 2 times it happened, then I got a call from the cardiologist again, and he just told that I cannot believe that something is happening wrong or something happened. I cannot imagine, I cannot explain. So it whatever the test I have gone through, it's not matching with the CT. And he clarifies, and he called up again with the CT people, and he confirmed with all those things. And he taken that dye CT and the normal CT all together. But all those CTs are not matching, because the recent CTs and this dye CTs, both the CTs are, there's no rupture, nothing is there. It's clearly heart is pumping. There's nothing to worry about that. He is not sure about anything. He's just telling it's amazing. I don't know how to explain, but again, I'm following up you. You are the special case. I'm following up you. So yeah, he's very genuine. Our God is very genuine at His work. What He has done and what He's doing, and what at time what He wants to give you and do for you, it's exact. It's the best thing. But this is I believe it's a creative miracle, that it's out of reach of human trial. Nobody can do that. Nobody can able to reach that things. Only the God can do that things. So yeah, it happened with me. Hallelujah. 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 The doctor told that he's a special case. Yes, we are special. Yes. We are special. God's Yes. own children. He pays the total attention. He takes over every situation for us. See, this is a creative miracle. When doctors cannot do anything other than an open heart surgery or anything like that, see, he instantaneously he heals things. And I know it is a perfect healing, and he will never face this issue in his life. That is Jesus. That is Jesus. Hallelujah. Hallelujah. Creative miracle. We have to journalize, we have to record these things. എത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ ഈ ചർച്ചിൽ ഇപ്പൊ നമ്മൾ ആദ്യം മുതൽ നോക്കുകയാണെങ്കിൽ എത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ. ആഷിഖ് ബ്രദറിന്റെ കിഡ്നി സ്റ്റോൺ മാറിപ്പോയതൊക്കെ വാസ്തവത്തില് ക്രിയേറ്റീവ് മറക്കുള്ളല്ലേ. കർത്താവ് എന്ന് പെട്ടെന്നാണ് അതിനേക്ക് പൂർണ്ണമായിട്ട് അപ്രതീക്ഷിച്ചത്. ഹല്ലേലൂയ. അവനാൽ അസാധ്യമായിട്ട് ഒന്നുമില്ല. ഇത് അവന്റെ മക്കൾക്ക് പറഞ്ഞാൽ മനസ്സിലാവും. Only because we belong to God's family, so we can understand what it is. നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ അതേ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്. Creative miracles, impossible things will get possible in our life. Favor of God, everything will be there. ദൈവത്തിന് എല്ലാവർക്കും ബഹുമാനമില്ലേ? അതേ ബഹുമാനം നമ്മുടെ മേൽ വരാൻ പോകും. ഓ താങ്ക് യു ജീസസ്. എല്ലാ കണ്ണുകളോടെ കർത്താവെ നന്ദി പറയുന്നു. തന്ന നല്ല സമയത്തിനായിട്ട് സ്തോത്രം. കർത്താവിന് കേട്ട സാക്ഷ്യങ്ങൾ, ഇന്ന് കർത്താവ് സംസാരിച്ച വചനം, ഇതെല്ലാം ഞങ്ങൾക്ക് വേണ്ടി ഇന്ന് കർത്താവ് ഒരുക്കി വെച്ച് നമുക്കായിട്ട് തന്നതിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഇതെല്ലാം അങ്ങയുടെ ദാനം. കർത്താവ് ഞങ്ങൾക്ക് തന്ന ദാനം വേറെ ഒന്നുമില്ല. കർത്താവ്, യുവർ ഗിഫ്റ്റ്, യുവർ ട്രഷർ, യു ആർ ജസ്റ്റ് ഗിവിംഗ് ടു us because you love us. കർത്താവ്, നീ ഞങ്ങളെ സ്നേഹിക്കുന്നു. കർത്താവ്, you really, we cannot understand that. കർത്താവ് എങ്ങനെ ഞങ്ങളെ ഇങ്ങനെ സ്നേഹിക്കുന്നു ഞങ്ങൾക്ക് മനസ്സിലാകാത്തതുപോലെ ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കും. നല്ല സ്തോത്രം യേശുവിൻ നാമത്തിൽ. ആമേൻ. എല്ലാ കണ്ണുകളും കുറച്ച് ഒരു നിമിഷം തങ്ങുകൊള്ളുന്ന താമസത്തോട് പ്രാർത്ഥിക്കാം. കർത്താവെ നന്ദി പറയും. നിന്റെ മക്കളെ ഞങ്ങൾ തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കാം.
കർത്താവിന് വേണ്ടി നിന്നെ വഹിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കർത്താവ് ഒരു അടയാളമാക്കി മാറ്റി. ഇന്ന് ഞങ്ങൾ പറഞ്ഞ കർത്താവ് അതേ വചനം ഞങ്ങളുടെ ഇടയന്മാരുടെ മേൽ കർത്താവ് പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. കർത്താവ് ഇതുവരെ ആരും കിട്ടാത്ത ഒരു റെസ്പെക്ട് യേശുവിന്റെ നാമത്തിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ കർത്താവ് രാജ്യങ്ങൾ അവരെ റെസ്പെക്ട് ചെയ്യുന്നത് കണ്ട് ഞങ്ങൾ അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. രണ്ടുപേരും കുടുംബമായി ഞങ്ങൾ അനുഗ്രഹിക്കും. അവർ ഞങ്ങൾക്ക് വേണ്ടി കർത്താവിന്റെ മുമ്പിൽ നിന്ന് കർത്താവിന് വേണ്ടി പോരാടുമ്പോൾ തോളോട് തോൾ വിശ്വസ്തമായി നിന്ന് കർത്താവ് ചെയ്തെടുക്കാൻ കൃപ ഞങ്ങൾക്ക് തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങളെ തെരഞ്ഞെടുത്തു ഈ സഭയിൽ പ്ലാൻ ചെയ്തിരിക്കുമ്പോൾ ഞങ്ങൾ ഇന്ന് കേട്ട സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങളെ ഉറപ്പിക്കുന്നു. കർത്താവ് തെരഞ്ഞെടുക്കപ്പെട്ടവരായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങൾ കർത്താവിന്റെ ഫേവറിനകത്ത് കർത്താവിന് ഇഷ്ടപ്പെട്ട് ഞങ്ങളെ തെരഞ്ഞെടുത്ത് നിർത്തിയിരിക്കുന്നതുകൊണ്ട് ഞങ്ങൾ സന്തോഷിച്ചു. എല്ലാ മഹത്വം നിൽക്കുന്നതോട് കർത്താവ് ഒരിക്കൽ കൂടെ ഞങ്ങൾ അവരെ കുടുംബമായി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ കൃപകളാലും കർത്താവിനെ നിറച്ചു നടത്തുന്ന സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആകയാൽ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൃപയും സന്തോഷവും സമാധാനവും നമ്മുടെ കൂടെ എന്നും ഉള്ളതിനായ സ്തോത്രം. യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ പിതാവിനെ ആർത്ത് വിളിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കും.